Okay, welcome to NCMS platform. Am I audible? Please let me know. Okay. NCMS പ്ലാറ്റ്ഫോമിന്റെ തേർഡ് ഡേ ആണ് ഇന്ന്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് തേർഡ് അല്ല, ഫോർത്ത് അല്ലേ. എക്കണോമിക്സ്, കമ്മ്യൂണിക്കേഷൻ, ദെൻ ഇന്ന് അക്കൗണ്ടൻസി ആണ്. നാളെ എനിക്ക് തോന്നുന്നു ഹയർ എഡ്യൂക്കേഷൻ ആണ്, പേപ്പർ 1 ആയിരിക്കും നാളെ. എന്തായാലും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നിങ്ങൾ ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ JRF കിട്ടട്ടെ. ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മുടെ ബാച്ചിനെ കുറിച്ചും നമ്മുടെ പ്ലാറ്റ്ഫോമിനെ കുറിച്ചും, ഒരു എക്സാം നടത്താനും പല ഓഫറുകളെ കുറിച്ചൊക്കെ. അപ്പൊ നിങ്ങൾ ആരും ഇപ്പം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ അല്ല എന്ന് ഞാൻ വിചാരിച്ചോട്ടെ. കാരണം സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഇനിയൊരു ബാച്ചിനെ കുറിച്ചോ ഇനിയൊരു കോച്ചിങ്ങിനെ കുറിച്ചോ ഒന്നും ആലോചിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഈ വരുന്ന ജനുവരി എക്സാമിന് തന്നെ നിങ്ങൾക്ക് എന്താവട്ടെ, JRF ക്രാക്ക് ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്ത് ചോദിക്കാം. JRF കിട്ടിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ എങ്ങനെയാണ് റിസർച്ചിന് ജോയിൻ ചെയ്യുക, പിന്നെ എങ്ങനെയാണ് പ്രൊപ്പോസൽ ഉണ്ടാക്കുക, എങ്ങനെയാണ് ഗൈഡിനെ ചൂസ് ചെയ്യുക, ഏത് ഏരിയ ആണ് ഏറ്റവും നല്ലത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താക്കാം, ചോദിക്കാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് JRF കിട്ടിക്കഴിഞ്ഞാൽ റിസർച്ചിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും വലിയ ഫെലോഷിപ്പ് ആണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള കൺസേണുകളൊക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാം. ഓക്കെ, എനിവേ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അക്കൗണ്ടൻസി ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. പ്രോബ്ലം ഓറിയന്റഡ് സബ്ജക്റ്റ് ആയ 5 സബ്ജക്റ്റിലെ വളരെ പ്രധാനപ്പെട്ട വൈഡായ, അത്രക്കും +2 ഡിഗ്രി PG ഈ ഒരു 7 വർഷത്തെ +2ന്റെ അന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങിയതാണ് അക്കൗണ്ടൻസിയിലെ. അന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങിയതാണ് നമ്മുടെ അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. സോ SLC ഒക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് എന്താണ് അക്കൗണ്ടൻസി എന്നറിയാതെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ബേസ് മുതൽ പഠിച്ചു. പക്ഷെ ഇന്ന് വരെ 7 വർഷം പഠിച്ചിട്ടും നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് കൂടുതലും ഉണ്ടാവുക. എന്നാൽ നെറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വേണം അക്കൗണ്ടൻസി സബ്ജക്റ്റിൽ. ഒരുപാട് പഠിക്കുക എന്നല്ല, പഠിക്കുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ക്ലാരിറ്റിയിൽ പഠിക്കാൻ പറ്റണം. ഏകദേശം എന്തായാലും ഒരു 10 ക്വസ്റ്റ്യൻസ് ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇത്ര മാത്രം ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നമ്മൾ നേരെ സബ്ജക്റ്റിലേക്ക് കിടക്കാണ്. സിലബസ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത്രയും വലിയ വൈഡ് സിലബസ് ആണ്. ഞാൻ ഈ സിലബസിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓരോന്ന് ഗ്രൂപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആൻഡ് കോൺസെപ്റ്റ്സ്, ഇതിൽ നിന്ന് സാധാരണ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ദെൻ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ് ഇന്ന് നമ്മൾ ഒരു പോർഷൻ ഫസ്റ്റ് ഹവറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു റിക്വസ്റ്റ് ആയിരുന്നു. അന്ന് +2 പഠിച്ചതാണ് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്. അപ്പൊ അതൊന്ന് പറയാമെന്ന് ചോദിച്ചു. കാരണം അക്കൗണ്ടൻസി ഇതൊരു റിവിഷൻ അല്ല, നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ഏരിയ വളരെ ഫോക്കസ് ചെയ്തിട്ട് ആ ഏരിയ ഒന്ന് എന്ത് ചെയ്യാണ്, നിങ്ങളുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. കാരണം ഒരു ഫൈനൽ ലാബ്, ഒരു റിവിഷൻ മോഡൽ നമുക്ക് എന്തല്ല ഈ 2 മണിക്കൂർ കൊണ്ട് പോസിബിൾ അല്ല. പക്ഷെ എടുക്കുന്ന ഏരിയ കൃത്യമായിട്ട് പഠിപ്പിച്ച് അതിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. സോ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്. ദെൻ നെക്സ്റ്റ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, സാധാരണ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫോർഫീച്ചർ, റീഇഷ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാം. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഓക്കെ, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, മാർജിനൽ കോസ്റ്റിംഗ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഇന്ന് രണ്ടാമത്തെ പാർട്ടായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റിംഗ് ആണ്. മാർജിനലും ബ്രേക്ക് ഈവൻ അനാലിസിസ് ഒക്കെയാണ് നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ റേഷ്യോ അനാലിസിസ് ഇമ്പോർട്ടന്റ് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് ഏരിയാസ്, ഇതിൽ ഒരു ചില ടേമിലൊക്കെ ചോദിക്കാറുണ്ട്, ബട്ട് അത്രത്തോളം ഒരു ഇമ്പോർട്ടന്റ് അല്ല. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, ഇൻഫ്ലേഷൻ, എന്നാലും ചിലപ്പോൾ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ചാർട്ടേഡ് അക്കൗണ്ടിനൊക്കെ പോലെയുള്ള പോലെ വലിയൊരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട. ജസ്റ്റ് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഇന്ത്യൻസ് എന്നാണ് കൂടുതലും ചോദിക്കാറ് എന്ന് വിചാരിച്ച് അത് മാത്രമല്ല, അതിനൊരു പ്രിയോറിറ്റി അധികം എന്ന് മാത്രം. ഓക്കെ, ദെൻ ഓഡിറ്റിംഗ്, റിസന്റ് ട്രെൻഡ്സ് ഇൻ ഓഡിറ്റിംഗ്, അതും ഒരു 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഇത്രക്കും ഒരു വൈഡ് സിലബസ് ആണ്. ഞാനൊക്കെ എൻ്റെ ക്ലാസ്സിൽ, ഓഫ്ലൈൻ ക്ലാസ് ഇപ്പം
5 ദിവസം 25 മണിക്കൂർ പഠിപ്പിച്ചു, എന്നിട്ടും തീരുന്നില്ല. അതിന്റെ പുറമെ ഓൺലൈൻ അവർക്ക് രാത്രി ഒരു പിന്നെ സെഷൻ എടുത്തു, എന്നിട്ടും തീരുന്നില്ല. ഇപ്പോഴും ലാസ്റ്റ് ആ ഒരു ഓഡിറ്റിങ്ങിലേക്ക് ഇങ്ങനെ കടക്കാൻ പോവുകയാണ്. കാരണം അത്ര പെട്ടെന്ന് ഇത് തീരുന്നില്ല, അത്രക്കും ഒരു വൈഡ്. പിന്നെ നമുക്കങ്ങനെ ഓടിച്ചു പോകാൻ പറ്റും, പക്ഷെ അത് നിങ്ങൾക്ക് എന്തല്ല അത്ര ഒരു ക്ലാരിറ്റി വരില്ല. നമുക്ക് നേരെ ഒരു അക്കൗണ്ടൻസി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമുക്ക് ജേണലിൽ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാം. നേരെ പാർട്ണർഷിപ്പ് ആണെങ്കിലും ഒരു ചുമ്മാ ഒരു അക്കൗണ്ടൻസിയുടെ ഒരു ജസ്റ്റ് ഡെബിറ്റ് ക്രെഡിറ്റ് പറഞ്ഞിട്ട് നേരെ നമുക്ക് എന്താക്കാം, പാർട്ണർഷിപ്പ് അക്കൗണ്ടിന്റെ സാക്രിഫൈസ് റേഷ്യോ, ന്യൂ റേഷ്യോ ആ ഒരു ടേമിലേക്ക് അടക്കാം. എന്തായാലും ഡെഫിനറ്റ്ലി അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താക്കാം, ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം എക്സാമിന്. സോ ജനറലി റിയാലിറ്റിയിൽ ഞാനൊക്കെ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്ത ആളായതുകൊണ്ട് പറയാണ്, ഒരു റിയാലിറ്റി സെൻസിൽ ഒരു അക്കൗണ്ടന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നോർമലി നമ്മൾ ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നു, നമ്മളൊരു കമ്പനിയുടെ അക്കൗണ്ടന്റ് ആണെങ്കിൽ അവിടെ പർച്ചേസ് ഉണ്ടാവും അല്ലെ. ഓക്കെ, നമ്മളൊരു കമ്പനി ഒരു പർച്ചേസ് ഒരു 10,000 റുപ്പീസിന് പർച്ചേസ് ചെയ്തു. ഒരു മിസ്റ്റർ എക്സിന്റെ അടുത്ത് നിന്ന് 10,000 റുപ്പീസിന് പർച്ചേസ് ചെയ്തു. നമ്മൾ ഇത്രയും കാലം പഠിച്ചു വെച്ചത് ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് അല്ലെ. നമ്മൾ ക്യാഷ് 10,000 കൊടുത്തു, നമ്മളെ കയ്യിൽ നിന്ന് 10,000 അങ്ങോട്ട് പോയി. എന്താണോ നമ്മൾ പർച്ചേസ് ചെയ്തത് അത് ഇങ്ങോട്ട് വന്നു, നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്തു, നമ്മളെ കയ്യിൽ നിന്ന് പോയ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ നോർമലി പഠിച്ചു വെച്ചത് അല്ലെ. റിയലിസ്റ്റിക് വ്യൂവിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ക്യാഷ് കൊടുത്തതാണെങ്കിൽ പോലും നമ്മൾ നോർമലി എന്താ ചെയ്യുക, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പർച്ചേസ് ബില്ല് ഉണ്ടാവും അല്ലെ. ഇവിടെ പിന്നെ GST നമ്പറും ആരടുത്ത് നിന്നാണോ പർച്ചേസ്, നമ്മുടെ സ്റ്റോക്ക് എന്തൊക്കെയാണോ പർച്ചേസ് ചെയ്തത്, അതിന്റെ ക്വാണ്ടിറ്റി, റേറ്റ്, ടോട്ടൽ വാല്യൂ, ഡിസ്കൗണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ നോർമലി ഒരു റിയലിസ്റ്റിക് വ്യൂവിൽ നമ്മൾ എങ്ങനെ അത് എൻ്റർ ചെയ്യാം, നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ കമ്പനിയിലേക്ക് വന്നത് അല്ലെ. സ്റ്റോക്ക് ആയിട്ട് ചിലപ്പോൾ നമ്മളൊരു പിന്നെ നമുക്ക് പൈപ്പ് വന്നിട്ടുണ്ടാവും, SS ട്യൂബ് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മൾ എന്തൊക്കെയാണോ പർച്ചേസ് ചെയ്തത് ഇതൊക്കെ നമ്മൾ നേരെ എങ്ങോട്ടാണ് പോവുക, നമ്മൾ ഡെബിറ്റ് ചെയ്യൂലേ. സ്റ്റോക്ക് കൂടും, നമ്മൾ ഇത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ ക്യാഷ് അല്ല ചെയ്യുക, നമ്മൾ ആരെടുത്തുനിന്നാണോ പർച്ചേസ് ചെയ്തത്, ഈ ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ പോലും നമ്മൾ എന്താ ചെയ്യുക, ആരെടുത്തുനിന്നാണോ നമ്മൾ പർച്ചേസ് ചെയ്തത് അദ്ദേഹത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മിസ്റ്റർ എക്സിനെയാണ് ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, എന്തിനാണ് മിസ്റ്റർ എക്സിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്, മിസ്റ്റർ എക്സിന്റെ ലെഡ്ജറിൽ നമുക്ക് എന്ത് ബൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തുണ്ടാവും, ക്രെഡിറ്റ് സൈഡിൽ ഈ ഒരു 10,000 ഉണ്ടാവും. ഓക്കെ, ലെഡ്ജർ പോസ്റ്റിംഗ്. ദെൻ മിസ്റ്റർ എക്സിന്റെ ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് എന്തുണ്ടാവും, ബാലൻസ് 10,000 ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ഇങ്ങനെ കാണും. നമ്മുടെ ലെഡ്ജർ, എക്സിന്റെ ലെഡ്ജർ പറഞ്ഞാൽ അത് വിച്ച് മീൻസ് മിസ്റ്റർ എക്സിന് നമ്മൾ 10,000 കൊടുക്കാനുണ്ട് എന്ന് ഇങ്ങനെ കാണണം. എന്തിനാ, നമ്മൾ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് എന്താണ്, ക്യാഷ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നു, മിസ്റ്റർ എക്സ് അക്കൗണ്ട് ഡെബിറ്റ്, മിസ്റ്റർ എക്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് 10,000 എഴുതും. ഓക്കെ, എന്നിട്ട് നമ്മൾ ലെഡ്ജറിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 10,000 എഴുതും. അപ്പൊ ലെഡ്ജർ ടാലി ആയി, ഡെബിറ്റും ക്രെഡിറ്റും 10,000. അപ്പൊ നമ്മളൊരു ലെഡ്ജർ, അപ്പൊ എക്സ് പറയാ എനിക്ക് ഇത്ര പൈസ തരാനുണ്ട്, പിന്നെ നിങ്ങൾ ഇത്ര വാങ്ങി. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അക്കൗണ്ടിന് എന്ത് ചെയ്യാം, ഇതാ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വാങ്ങി എമൗണ്ട് ഇതാക്കണം, അത് ഡ്യൂ ആയിട്ട് ക്രെഡിറ്റ് ആയിട്ട് ഇങ്ങനെ ബാലൻസിൽ ഉണ്ടായിരുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഡേറ്റിനൊക്കെ തന്നു. ഓക്കെ, അപ്പൊ ഞങ്ങൾ ക്യാഷ് കുറഞ്ഞതായിട്ട് കാണിച്ചു, രണ്ടും ടാലി ആയി. ഓക്കെ, ഈ ഒരു എന്താണോ ഇങ്ങോട്ട് വന്നത്, ഈ ഒരു ഡെബിറ്റ് ക്രെഡിറ്റിന്റെ ഒരു മേജർ നമ്മൾ പിന്നെ റിയലും പേഴ്സണലും നോർമലും ഒക്കെ പഠിച്ചിട്ടുണ്ട്, പിന്നെ അമേരിക്കൻ അപ്രോച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു ബേസ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലും മറ്റു നമ്മുടെ എൻട്രി ട്രാൻസ്ഫർ ചെയ്യണം, ക്രെഡിറ്റ് സൈഡിൽ ഏതാണ് വരിക, എത്ര എമൗണ്ട്, ഡെബിറ്റ് സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യന് നമുക്ക് എന്താക്കാൻ പറ്റണം, നല്ല ക്ലാരിറ്റി വേണമെങ്കിൽ ഈ ഒരു ജനറൽ വ്യൂ നമുക്ക് എന്താവണം, നിങ്ങൾക്ക് വേണം എന്നുള്ള നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു റിക്വയർമെന്റ് മാത്രമാണ് ഈ ഒരു ഇൻട്രൊഡക്ഷനിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ പഠിക്കുന്നത് എന്തിനാണ്, അതിന്റെ റിയലിസ്റ്റിക് വ്യൂ എപ്പോഴും എന്താക്കണം, ഒരു അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരണം. ഡയറക്റ്റ്ലി പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിലേക്ക് കിടക്കുകയാണ്. പാർട്ണർഷിപ്പ് അക്കൗണ്ടിന്റെ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ ആണ് നമ്മൾ പഠിക്കുന്നത്. റീകൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ അഡ്മിഷൻ ഓഫ് പാർട്ണർ, റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ണർ, അമാൽഗമേഷൻ ഓഫ് 2 പാർട്ണർഷിപ്പ് ഫേമിലൊക്കെ എന്ത് ചെയ്യും, ഓൾറെഡി റീകൺസ്റ്റിറ്റ്യൂട്ട് സംഭവിക്കും. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ കമ്പനിയിൽ ഇപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും, ഞാനും ഫാരിസ് സാറും ഈ ഒരു ബിസിനസ് റൺ ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, പിന്നീട് ഷഫീഖ് സാറെ ഈ ഒരു
ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. ഈ ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഞാനും ഫാരിസ് സാറും ഓൾറെഡി എടുത്ത റേഷ്യോയിൽ നിന്ന് ഷെഫീഖ് സാർ ഞാൻ പുതിയൊരു റേഷ്യോ കൊടുക്കും. ഞങ്ങൾ അതെന്ത് ചെയ്യുന്ന, ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി 1,00,000 ലാഭമെങ്കിൽ ഞാനും 50,000 എനിക്കും 50,000 ഫാരിസ് സാറും. ബട്ട് മൂന്നാമത് ഷെഫീഖ് സാർ വരികയാണെങ്കിൽ എനിക്ക് 33,000 രൂപയെ കിട്ടുള്ളൂ 1,00,000 പ്രോഫിറ്റ് ആണെങ്കിൽ. ബാക്കി ഞാൻ എന്ത് ചെയ്യുന്നു, ഷെഫീഖ് സാറിന് വേണ്ടി എനിക്ക് സാക്രിഫൈസ് ചെയ്യാനുണ്ട്. എൻ്റെ ഒരു റേഷ്യോന്റെ ഒരു ഭാഗം ഷെഫീഖ് സാറിന് കൊടുക്കും, ഫാരിസിന്റെ റേഷ്യോന്റെ ഒരു ഭാഗം ഷെഫീഖ് സാറിന് കൊടുക്കും. ഇത് കമ്പനിയാണ് തീരുമാനിക്കുക എത്ര കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, എങ്ങനെ സംഭവിച്ചാലും അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് എന്താ സംഭവിക്കുന്നത്, ഒരു സാക്രിഫൈസ് ആണ്, അവർ ത്യജിക്കുകയാണ് അവരുടെ ഷെയർ. സോ നമുക്ക് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ നമുക്ക് കാണാനുള്ളത് എന്താണ്, സാക്രിഫൈസ് റേഷ്യോ ആണ്. സാക്രിഫൈസ് റേഷ്യോ കാണാൻ നിങ്ങളുടെ മനസ്സിലേക്ക് സൺ എന്ന് ഓർത്ത് വെച്ചാൽ മതി. സൺ ഈസ് ഈക്വൽ ടു സാക്രിഫൈസ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. എന്താണോ ആദ്യത്തെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന്റെ ഓൾഡ് റേഷ്യോ, അതിൽ നിന്ന് ന്യൂ റേഷ്യോ മൈനസ് ചെയ്താൽ സാക്രിഫൈസ് റേഷ്യോ കിട്ടും. ദെൻ ഈ വരുന്ന ഷെഫീഖ് സാർ നമുക്ക് ഓൾറെഡി കമ്പനിയിൽ നമ്മൾ കുറച്ച് ഗുഡ് വില്ല് ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഗുഡ് വില്ല് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, നമ്മൾ സാക്രിഫൈസ് ചെയ്തതിന് പകരമായിട്ടാണ് ആ ഗുഡ് വിൽ ആൾ കൊണ്ടുതരുന്നത്. അത് നമ്മുടെ സാക്രിഫൈസ് റേഷ്യോന്റെ ബേസിലാണ് ഗുഡ് വിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പാർട്ട്നേഴ്സിന്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരേണ്ടത്. ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് എന്താണ്, നമുക്ക് ആ ന്യൂ റേഷ്യോ കാണുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇവരുടെ പുതിയ റേഷ്യോ, ഓക്കെ, പുതിയ റേഷ്യോ കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് കാണാനുള്ളത്. ഓക്കെ, ഈ ഒരു തിയറി ഒന്നും പറയുന്നില്ല, നേരെ ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല, നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ഓൾഡ് റേഷ്യോ എന്താ നിങ്ങൾക്കറിയാം, ന്യൂ റേഷ്യോ എന്താന്ന് നിങ്ങൾക്കറിയാം, സാക്രിഫൈസ് റേഷ്യോ സണ്ണ് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. ഇനി ഗെയിനിങ് റേഷ്യോ, ദെൻ ഡിസീസ്ഡ് അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു ഗെയിൻ ആണ് ഉണ്ടാവുന്നത്, നോർമലി ലോജിക്കലി അറിയാം. അത് നേരെ ന്യൂ റേഷ്യോയിൽ നിന്ന് ഓൾഡ് റേഷ്യോ മൈനസ് ചെയ്താൽ ഗെയിനിങ് റേഷ്യോ കിട്ടും. സാക്രിഫൈസ് റേഷ്യോ സണ്ണാണ് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. സോ നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഒരു 5 പ്രോബ്ലം ആണ്. ഈ 5 പ്രോബ്ലത്തിൽ എന്തായാലും ഇതേ മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നെറ്റ് എക്സാമിന് ഉണ്ടാവുക. ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം, വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇതിനൊരു ബേസിക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ എ ആൻഡ് ബി ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. വളരെ കൂളായിട്ട് നമുക്ക് എഴുതി വെക്കാം. എ ബി ഇവര് എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ് അല്ലെ. 3/5 ആണ് എയുടേത്, ബിയുടേത് 2/5. സി ഈസ് അഡ്മിറ്റഡ് ഫോർ 1/5. പുതിയ സി എന്ന് പറഞ്ഞ പുതിയ ആൾക്ക് എത്രയാണ് കൊടുക്കുന്നത്, 1/5 ആണ്. ഓക്കെ, മൊത്തം 5 ഷെയർ ആണെങ്കിൽ അതിൽ ഒരു ഭാഗം ആർക്കാണ്, സിക്കാണ്. സോ നമുക്കിത് കുറച്ചുകൂടി ലോജിക്കലി ഫസ്റ്റിലത്തെ ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നമുക്ക് മൊത്തം ഷെയറിനെ 5 ആക്കുന്നുണ്ട് കമ്പനി. ഓക്കെ, ഈ 5-ല് ഒരു ഭാഗം ആർക്കുള്ളതാണ്, സിക്കുള്ളതാണ്. ബാക്കി എക്കും ബിക്കും കൂടി ബാക്കി എത്ര ഭാഗമുണ്ട്, ഈ 4 ഭാഗം ആർക്കുള്ളതാണ്, എക്കും സിക്കും കൂടിയാണ്. ഏകദേശം നമുക്ക് 4/5 എന്ന് പറയാം. ഇനി അതും അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലുള്ള ആളുകൾക്ക് എന്ത് പറയാം, 1 - 1/5 ഈസ് ഈക്വൽ ടു 5 - 1 4/5 ഇങ്ങനെയും പറയാം. ഓക്കെ, ഇനി നിങ്ങൾ പെർസെൻറ്റേജിൽ എടുത്തു കഴിഞ്ഞാൽ ഈ 5/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 20% ആണ്. 5-1 ഈസ് ഈക്വൽ ടു 20% ആണ്. ബാക്കി 80% ആർക്കുള്ളതാണ്, ഈ 80% എന്ന് പറയുന്നത് എക്കും ബിക്കും ഉള്ളതാണ്. അപ്പൊ അവരത് എങ്ങനെ കാണുക, 3/5-ന്റെ 80% ഓർ 3/5-ന്റെ 4/5, 2/5-ന്റെ 4/5 കണ്ടു കഴിഞ്ഞാൽ എയുടെ പുതിയ റേഷ്യോ കിട്ടും. എങ്ങനെയാ കാണുക, 3/5 × 4/5, 3 × 4 12/25 ഈസ് ഈക്വൽ ടു 2 × 4 8, ഡിനോമിനേറ്റർ 5 × 5 8/25. ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇതിന് 2 മെത്തേഡ് ഉണ്ട്. നമുക്ക് എയുടെ ന്യൂ റേഷ്യോ 25-ൽ 12 ഭാഗം എയുടേതാണ്, 25-ൽ 8 ഭാഗം ബിയുടേതാണ്. 12-ഉം 8-ഉം 20 ഭാഗം ഇവർ രണ്ടുപേരും എടുത്തു. ബാക്കി ഇനി എത്രയേ ഉള്ളൂ, ബാക്കി ഇനി 5 ഉള്ളൂ. സോ 25-ൽ 5 ഭാഗം ആരുടേതായിരിക്കും, സിയുടേതായിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു അഡ്വാൻസ് ലെവലിലുള്ള ആളുകൾക്ക് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. സിയുടെ റേഷ്യോ 1/5 ആണ്. നമുക്ക് ഈ ഡിനോമിനേറ്ററിനെ എന്താക്കാം, 25-ലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡിനോമിനേറ്ററിനെ 25-ലേക്ക് 5-നെ 25-ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 5 × 5 ചെയ്യണം ഈസ് ഈക്വൽ ടു 25.
ഓക്കെ, ഡിനോമിനേറ്റർ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ന്യൂമറേറ്റർ എന്താക്കണം, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ സിയുടെ റേഷ്യോ 5/25 ആണ്. നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 5/25. ബട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താക്കാം, ഇത് 12/25 കിട്ടിക്കഴിഞ്ഞു, ഇത് 8/25 കിട്ടി. 12ഉം 8ഉം 20 ഇവർ രണ്ടുപേരും എടുത്തു. ബാക്കി ഇനി ഔട്ട് ഓഫ് 25 5 മാത്രമേ ബാക്കിയുള്ളൂ. അതായിരിക്കും നമ്മുടെ പുതിയ പാർട്ണറുടെ ഷെയർ റേഷ്യോ എന്ന് പറയുന്നത്. സോ 12:8:5. 12:8:5 ആണ് നമ്മുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ ഒരു മോഡൽ ഫസ്റ്റ് മോഡലാണ്. നിങ്ങൾക്ക് അത്രയും നമുക്കൊരാൾ മെസ്സേജ് അയച്ചത് കൊണ്ടാണ് ഇത് നമ്മൾ ഇത്രയും പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ 2. A and B are partners sharing profit and losses in the ratio of 5:3. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്താക്കാം, എയുടെ റേഷ്യോ ബിയുടെ റേഷ്യോ. 5:3 എന്ന് പറയുമ്പോൾ 5/8. ബിയുടേത് 3/8. സി ഈസ് അഡ്മിറ്റഡ് ഫോർ 1/5 ഷെയർ. സി എത്രയാണ്, സി 1/5 ആണ്. ഇൻ ദ പ്രോഫിറ്റ് വിച്ച് ഹി അക്വയർഡ് ഈക്വലി ഫ്രം ബോത്ത്. ഇത് കൃത്യം പറയുന്നുണ്ട് എത്രയാണ് അക്വയർ ചെയ്യുന്നത്. ഈ സിയുടേത് 5/1 പോലും സി എയിൽ നിന്ന് എത്ര എടുക്കുന്നു, ബി എത്ര സാക്രിഫൈസ് ചെയ്യുന്നു, എത്ര എടുക്കുന്നു എന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. എത്രയാണ് പറയുന്നത്, ഹി അക്വയർഡ് ഈക്വലി ആണ്, രണ്ടു പേരിൽ നിന്ന് തുല്യമായിട്ട്. സോ സിയുടേത് 1/5 ആണെങ്കിൽ രണ്ടു പേരിൽ നിന്ന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം, നമുക്കിപ്പോ സിയുടേത് 10 ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇത് തുല്യമായിട്ട് എയിൽ നിന്നും ബിയിൽ നിന്നും എടുക്കുന്നു പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം, 10/2 = 5 എയിൽ നിന്നും എടുക്കും, 5 ബിയിൽ നിന്നും എടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈക്വലി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാം. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, സിയുടേത് 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5/2. 2 എന്ന് വെച്ചാൽ എന്താണ്, 2/1 ആണ് അല്ലെ. 2/1 നമ്മൾ എങ്ങനെയാ ചെയ്യാ, 1/5 × 1/2 ഈസ് ഈക്വൽ ടു 1/10 ആണ് 1/5ന്റെ പകുതി. ഓക്കെ, ഈ ഒരു മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ നിങ്ങൾക്ക് അറിയും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, 1/5ന്റെ പകുതി 1/10 ആണ്. ഇനി ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് മാത്തമെറ്റിക്കൽ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ഇതൊരു പെർസെൻറ്റേജ് വൈസ് നോക്കാം. 1/5 എന്ന് പറഞ്ഞാൽ ശരിക്കും എത്ര പെർസെൻറ്റേജ് ആണ്, 20% ആണ് 1/5 എന്ന് പറഞ്ഞാൽ. 20%ന് നേരെ പകുതി എന്താണ്, 10%. 1/10 എന്ന് പറഞ്ഞാൽ എന്താണ്, 0.1 ആണ്. 0.1 എന്ന് വെച്ചാൽ 10% ആണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ ലോജിക്കലി ഇത് കണക്ട് ചെയ്യാൻ പറ്റും. എന്തായാലും 1/5ന്റെ പകുതി എന്താണ്, 1/10 ആണ്. ഈ 1/10 എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എയിൽ നിന്നും 1/10 എടുക്കുന്നു, ബിയിൽ നിന്നും 1/10 എടുക്കുന്നു. ഈക്വലി എയിൽ നിന്നും ബിയിൽ നിന്നും ആരെടുക്കുന്നു, പിന്നെ സി എടുക്കുന്നു. സോ എയിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ 1/10 അങ്ങോട്ട് മൈനസ് ചെയ്യണം. വേറൊന്നും ചെയ്യാനില്ല. നമ്മൾ എങ്ങനെ മൈനസ് ചെയ്യാം, ക്രോസ് 5 × 10 50 മൈനസ് 1 × 8 ഡിവൈഡഡ് ബൈ 8 × 10 80 ഈസ് ഈക്വൽ ടു 42/80. ഓക്കെ, ദെൻ ബിയുടേത് എത്രയാണ്, 3 × 10 30 1 × 8 8 30 മൈനസ് 8 ഈസ് ഈക്വൽ ടു 22 ഡിവൈഡഡ് ബൈ 80. ഇനി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എയുടേത് 42 കിട്ടി, ബിയുടേത് 22 കിട്ടി. ഔട്ട് ഓഫ് 80, മൊത്തം 80ലാണ്. സോ 42ഉം 22ഉം 42 52 62. ബാക്കി എത്ര ഉണ്ട്, ബാക്കി 30 22. ഓക്കെ, കിട്ടിയിട്ടില്ലല്ലോ. 5 × 10 50 മൈനസ് 8 ഈസ് ഈക്വൽ ടു 42 ഡിവൈഡഡ് ബൈ 80. ദെൻ 3/8 ഈസ് ഈക്വൽ ടു 3 × 10 30 മൈനസ് 8 22/8. ദെൻ ഓക്കെ, 42 പ്ലസ് 22 എന്ന് പറയുന്നത് 44 54 64 ആണ്. അപ്പൊ 80ൽ നിന്ന് 64 മൈനസ് ചെയ്താൽ എത്ര കിട്ടും, 16 ആണ് കിട്ടുക. സോ സിയുടെ ഷെയർ എന്താണ്, 16 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 42 22:16. ഇത് നമുക്ക് എന്താക്കാം, വീണ്ടും ചെറുതാക്കാം, 21 11 8. ഓക്കെ, ഇത് വളരെ ബേസിക് ലോജിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറയുന്നത്. ബട്ട് അഡ്വാൻസ് ലെവൽ ആളുകൾ എന്താ ചെയ്യുക, ഈ 1/5നെ നേരെ എന്ത് ചെയ്യും, ഈ 1/5നെ ഡിനോമിനേറ്റർ 80ലേക്ക് കൺവേർട്ട് ചെയ്യും. 80ൽ എത്ര 5 ഉണ്ട്, 16 5 ആണ് 80ലുള്ളത് അല്ലേ.
1/5. അപ്പോൾ 5 × 16 ഇവിടെ 80 കിട്ടും. അപ്പോൾ ഡിനോമിനേറ്റർ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിനെയും 1നെ എന്ത് ചെയ്യും? 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 42, 22, 60. ഇത് നിങ്ങൾക്ക് ഇതാണ് ഒരു നോർമൽ മെത്തേഡ്. ഇനി കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് എന്താക്കാന്നറിയോ? കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ഇത് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യണം എന്നുള്ള ആളുകൾക്ക് ഇത് ഒന്നുകൂടി കാണിച്ചു തരാം. 1/5 ആണ് സിയുടേത്. നിങ്ങൾക്ക് എന്താക്കാന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ, സോ ഇവിടെ ഡിനോമിനേറ്റർ നിങ്ങൾക്ക് ഈക്വൽ ആക്കാം. സോ 5/8നെ നിങ്ങൾക്ക് എന്താക്കാന്ന് വെച്ചാൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 80 കിട്ടും. 10നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ നിങ്ങൾക്ക് നോർമലി ക്രോസ് മൾട്ടിപ്ലൈ അല്ലാതെ ഡയറക്റ്റ് എന്താക്കാം? മാത്സ് അറിയുന്ന ആളുകൾക്കാണ്, ഞാൻ ഇപ്പം എല്ലാ ആളുകളും ഉള്ളത് കൊണ്ട് അതിപ്പം പറയുന്നില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ഇത് കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് തേർഡ് എക്സാമ്പിൾ. ഓക്കെ, 1-2 ആളുകൾ 16 എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. 16 വന്നത് മനസ്സിലായിട്ടില്ലേ? ഇതിലൊന്നുകൂടി കാണിച്ചു തരാം, എന്നാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിറ്റി വരും. A and B are partners sharing profit and loss in the ratio of 3:1. Okay, A and B. നമുക്ക് എഴുതാം A, B. എങ്ങനെയാ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ? 3:1 ആണ്. 3:1. സോ എയുടെ റേഷ്യോ എന്ന് പറയുന്നത് 3/4. ബിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 1/4. ഇത് ഫസ്റ്റ് തന്നെ എഴുതി വെക്കുക. ദെൻ C admitted in the firm 1/8. 1/8 ആണ് സിയുടെ റേഷ്യോ. which he acquires 1/32 from A. എയിൽ നിന്ന് എടുക്കുന്നത് എത്രയാണ്? നേരത്തെ ഈക്വലി എടുത്തത് കൊണ്ട് നമ്മൾ /2 കണ്ട് എത്രയാണ് കണ്ടു. പക്ഷെ ഇവിടെ കൃത്യം പറഞ്ഞിട്ടുണ്ട് എയിൽ നിന്ന് എടുക്കുന്നത് 1/32 ആണ്. സോ എയിൽ നിന്ന് എന്താക്കണം? ഈ 1/32 അങ്ങോട്ട് മൈനസ് ചെയ്യും. ഓക്കെ, ദെൻ ബിയിൽ നിന്ന് എടുക്കുന്നത് എന്താണ്? 3/32 ആണ് ഫ്രം ബിയിൽ നിന്ന് എടുക്കുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യും? 3/32. ഇത് രണ്ടും ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആണ് എയുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. എന്താണ് ഉത്തരം? 3. ഇത് നിങ്ങൾക്ക് എന്താക്കാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 32 മൈനസ് 1 × 4. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ 4 × 32. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് എന്താക്കാന്ന് വെച്ചാൽ ഇവിടെ ഡിനോമിനേറ്റർ 32 അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഈ 4നെ എന്താക്കാം? 32ലേക്ക് കൺവേർട്ട് ചെയ്യാം. ഡിനോമിനേറ്ററിനെ 3/4. ഒന്നുകൂടി ബേസിക്കലി പറഞ്ഞു തരാം. ഈ 3/4നെ ഈ 4 എന്നുള്ള നമ്മുടെ ഡിനോമിനേറ്ററിനെ നമുക്ക് 32ലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൈനസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ 4നെ എങ്ങനെ 32ലേക്ക് മാറ്റുക? 4നെ 32ൽ എത്ര 4 ഉണ്ട്? 8, 4. സോ 4നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ എന്താവും? 32 ആവും. ഓക്കെ, സോ ഡിനോമിനേറ്റർ 32 വന്നു. 4 × 8. ഇനി ഡിനോമിനേറ്റർ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കൊണ്ട് ന്യൂമറേറ്ററിനെ എന്ത് ചെയ്യണം? സെയിം എമൗണ്ട് കണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 8 24. ഓക്കെ, മൈനസ് 1/32. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താക്കാന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, 24ന് 1 മൈനസ് ചെയ്താൽ 23/32. ഇനി ഇതും ഇതേപോലെ നിങ്ങൾക്ക് എന്താക്കാം? ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാണ്? 1/4 × 1 × 8. 8 divided by 4 × 8. 32 minus 3/32 is equal to 8 minus 3. 5. 5/32. Then ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ നോർമലി നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സിയുടെ ന്യൂ റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട് 1/8ന്. ഈ 1/8ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ ഇവിടെ 8 ആണ്. നമുക്ക് എല്ലാ ഡിനോമിനേറ്ററും 32 ആണ് വന്നത്. സോ ഈ 8നെ എന്താക്കാം? 32ലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 8 × 4 ചെയ്താൽ മതി. 32. ഇവിടെ 4 മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിലും 4 മൾട്ടിപ്ലൈ ചെയ്യും. സോ 4. ഓക്കെ, ഇത് ഒരു മെത്തേഡാണ്. 4/32. അപ്പൊ നമ്മുടെ റേഷ്യോ എന്ത് വരും? 23. റേഷ്യോ എന്ത് വരും എന്ന് വെച്ചാൽ 23:5:4 വരും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാന്ന് വെച്ചാൽ ഏറ്റവും ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് 32ൽ 23 ഭാഗം എ കൊണ്ടുപോയി, 32ൽ 5 ഭാഗം ബി കൊണ്ടുപോയി. അപ്പൊ എയും ബിയും കൂടി എത്ര കൊണ്ടുപോയി? 32ൽ 28 ഭാഗം കൊണ്ടുപോയി. ഇനി ബാക്കി 32ൽ എത്രയുള്ള? ബാക്കി 32ൽ 4 ഉള്ളത്. ഈ 4 ആരുടേതായിരിക്കും? ഈ 4 സിയുടേതായിരിക്കും. ഓക്കെ,
അപ്പൊ നമുക്ക് ഡയറക്റ്റ് എന്താക്കാം, 23:5:4 എന്ന രീതിയിൽ നമുക്ക് എന്താക്കാം, ന്യൂ റേഷ്യോ കാണാം. ക്ലിയർ? ഇതിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് മെത്തേഡ് ഉണ്ട്. കുറച്ചുകൂടി ലോജിക്കലി മാത്തമാറ്റിക്സ് ഓപ്പറേഷൻ അറിയാത്ത ആളുകളൊക്കെ തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ ആദ്യം പറഞ്ഞിട്ടുള്ള മെത്തേഡാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. കാരണം ചില ആളുകൾക്ക് ഈ 1/8 ഡിനോമിനേറ്ററിനെ 32ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ, ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ചില ആളുകൾ ബുദ്ധിമുട്ടാണ്. സോ അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ 32-ൽ 23A കൊണ്ടുപോയി, 32-ൽ 5B കൊണ്ടുപോയി. ഇനി 32-ൽ ബാക്കി എത്രയേ ഉള്ളൂ, 23A കൊണ്ടുപോയി 5B കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കി 4 ഉള്ളൂ. അത് ആര് കൊണ്ടുപോകും, അത് C കൊണ്ടുപോകും. സോ ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു 23:5 ഇനി നമുക്കിവിടെ സാക്രിഫൈസ് റേഷ്യോ എങ്ങനെ കാണും നോക്കാം. ഓക്കെ, കൺഫ്യൂസിംഗ് ഉണ്ടോ? കൺഫ്യൂസിംഗ് ഉണ്ടെങ്കിൽ പറയാനുണ്ടോ? ഓക്കെ, ക്ലാരിറ്റി അല്ലേ? കാരണം നിങ്ങൾക്ക് മാത്സ് വീക്കുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. മാത്സ് വീക്ക് ആണെങ്കിൽ ഞാൻ അത്ര മാത്തമാറ്റിക്കലി വലിയ ഓപ്പറേഷൻ ഒന്നും പറയുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ലോജിക്കൽ കണക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ദെൻ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആകെ ഓക്കെ മാക്സിമം ലോജിക്കലി കണക്ഷൻ ആണ് പറയാം. ദെൻ നമ്മുടെ ന്യൂ റേഷ്യോ ഇവിടെ എന്ത് കിട്ടി, ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു 23:5:4 കിട്ടി ന്യൂ റേഷ്യോ. ഇനി നമുക്ക് എന്താ കാണേണ്ടത്, ഇവിടെ ന്യൂ റേഷ്യോ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് സാക്രിഫൈസിങ് റേഷ്യോവും കാണണം. ഓക്കെ, സാക്രിഫൈസിങ് റേഷ്യോ കാണണം. സാക്രിഫൈസ് റേഷ്യോ ഈസ് ഈക്വൽ ടു, നമുക്കറിയാം നമ്മൾ പഠിച്ചത് സണ്ണ് എന്നാണ് അല്ലെ. സൺ എന്താണ്, ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. സാക്രിഫൈസ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോ എന്താണ്, എയുടെ ഓൾഡ് റേഷ്യോ എന്താണ്, നമുക്കറിയാം AB. ഓൾഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു 3/4 ആണ് എയുടെ ഓൾഡ് റേഷ്യോ. ബിയുടെ ഓൾഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു 1/4 ആണ്. സോ സാക്രിഫൈസ് റേഷ്യോ കാണാൻ ഈ 3/4 എയുടെ ഓൾഡ് റേഷ്യോയിൽ നിന്ന് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. 3/4-ൽ നിന്ന് എത്ര മൈനസ് ചെയ്യണം, എയുടെ ന്യൂ റേഷ്യോ എത്രയാണ്, 23/32. ഓക്കെ, ഇനി ബിയുടേത് എന്താണ്, 1/4 ആണ് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്താണ്, ബിയുടേത് 5 ആണ് ഇവിടെ വരുന്നത്, 5/32. ഇത് നിങ്ങൾ മൈനസ് ചെയ്യാം. ഇത് നിങ്ങൾ മൈനസ് ചെയ്യാൻ നിങ്ങൾക്ക് 2 മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അതായത് 3 × 32, 3 30 90 96 96 മൈനസ് 4 × 23, 4 2 80 86, 96 മൈനസ് 86 ഡിവൈഡഡ് ബൈ 4 × 32. പക്ഷെ ഇത് നമുക്ക് വലിയ മാത്സ് വരും, 4 3 120 128 വരും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, ഈസി ആയിട്ട് ഡിനോമിനേറ്ററിന്, ഇവിടെ ഡിനോമിനേറ്റർ 32 അല്ലേ ഉള്ളത്. സോ ഇതിന്റെ ഈ 3/4-നെയും എന്താക്കാന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ 32-ലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം, 32-നെ 4 കണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ മതി. 32-ൽ എത്ര 4 ഉണ്ട്, 8 4 ആണുള്ളത്. സോ 4-നെ ഡിനോമിനേറ്റർ 4-നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിനെ അപ്പൊ എന്ത് ചെയ്യണം, ഈ 8 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 3 8 24, ന്യൂമറേറ്റർ 24-ഉം ഡിനോമിനേറ്റർ നമ്മൾ 32-ഉം കിട്ടി. മൈനസ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു 23/32 ഈസ് ഈക്വൽ ടു 24-ൽ നിന്ന് 23 കുറച്ചാൽ 1/32 കിട്ടി. ഇനി ഇതേപോലെ നമ്മൾ ബിയുടേതും കാണുന്നു, 1/4 മൈനസ് 5/32. ഈ 1/4 എന്നുള്ള ഈ 4 32 ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മൈനസ് ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്സ് പ്യുവർ മാത്സ് ആണ്, മറ്റൊന്നുമല്ല. സോ ഈ 4-നെ നമുക്ക് എന്ത് ചെയ്യണം, 32 കൺവേർട്ട് ചെയ്യണമെങ്കിൽ 32-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, വിച്ച് മീൻസ് 8 ആണ് കിട്ടുന്നത്. സോ 4 × 8, ഇപ്പൊ ഡിനോമിനേറ്റർ എന്ത് ചെയ്തു, 4 × 8 ചെയ്താൽ നമുക്ക് 32 കിട്ടി. ഇവിടെ 8 മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട് ന്യൂമറേറ്ററും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 8/32 മൈനസ് 5/32. അപ്പൊ നമുക്ക് എന്താക്കാം, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നേരിട്ട് 8 മൈനസ് 5 ഈസ് ഈക്വൽ ടു 3/32 കിട്ടും. സോ സാക്രിഫൈസ് റേഷ്യോ ഈസ് ഈക്വൽ ടു 1:3. 1:3.
ഓക്കെ, നിങ്ങൾ മാത്സ് വീക്കുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഫ്രാക്ഷൻ മൈനസ് ചെയ്യുന്നതും ഡെസിമലിൽ നിന്ന് പെർസെൻറ്റേജ് ആക്കുന്നതും ഒക്കെ ഒരു ഡയറക്റ്റ് നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ വേണം. ഓക്കെ, നമുക്ക് അതും ഇതിലല്ല, മെയിൻ ക്ലാസ്സിലാണെങ്കിൽ പോലും അതൊക്കെ ഒരു അഡീഷണൽ ക്ലാസ് തരിക എന്നല്ലാതെ മാത്തമാറ്റിക്സ് ബേസ് 100% മസ്റ്റ് ആണ്. ഇവിടെ മാത്രമല്ല, ന്യൂമറിക്കലിലും ഡാറ്റയിലും ഒരുപാട് സ്ഥലങ്ങൾ എന്താക്കണം, മാത്തമാറ്റിക്സിന്റെ FM കംപ്ലീറ്റ് മാത്സിന്റെ നിങ്ങൾക്ക് ബേസ് ഉണ്ടാവൽ നിർബന്ധമാണ്. ഓക്കെ, അറിയോ? ഓക്കെ, ഓക്കെ, ഇത് ജസ്റ്റ് സാക്രിഫൈസ് വെച്ചോ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്ത് കാണിച്ചതാണ്. ഓക്കെ, ഇത് ഒരു നെറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ ഒന്നല്ല. നിങ്ങൾക്ക് നമ്മൾ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ചെയ്തിട്ട് ഇങ്ങനെയും സാക്രിഫൈസ് റേഷ്യോ സെയിം തന്നെയാണ്, അതിനു വേണ്ടി മറ്റു പ്രോബ്ലത്തിന്റെ ആവശ്യമില്ല എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ദെൻ എക്സാമ്പിൾ 4, A and B are partners ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 4:1. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ എ എന്ന് എഴുതുന്നു, ബി എന്ന് എഴുതുന്നു. 4:1 ആണ്, 4/5 എന്ന് എഴുതുന്നു. ബി 1/5 എന്ന് എഴുതുന്നു. ഓക്കെ, ദെൻ സി ഈസ് അഡ്മിറ്റഡ് ഇൻ ദ ഫേം 1/4 ഷെയർ വിച്ച് അക്വേഴ്സ് ഹോൺലി ഫ്രം എ. 1/4 കംപ്ലീറ്റ് ആരിൽ നിന്നാണ് എടുക്കുന്നത്? എയിൽ നിന്നാണ് എടുക്കുന്നത്. സോ എയിൽ നിന്ന് എന്താക്കണം, 1/4 മൈനസ് ചെയ്യണം. ഓക്കെ, 4 × 4 ഇത് മൈനസ് ചെയ്യുക എങ്ങനെയാ, ക്രോസ്. 4 × 4 16 - 5 ഡിവൈഡഡ് ബൈ 20 ഈസ് ഈക്വൽ ടു 11/20. ഇനി ബി എന്ന് പറയുന്നത് 1/5 ആണ്. ഓക്കെ, 1/5 ബിയിൽ നിന്ന് ഒന്നും ഒരു ചേഞ്ചും ഇല്ല. സോ ഈ 1/5 നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നും ചെയ്യുന്നില്ല. ഈ 11/5ന്റെ ഡിനോമിനേറ്ററെ ഈ എന്ത് ചെയ്യുന്നു, 5ന്റെ ഡിനോമിനേറ്റർ നേരെ ഈ 11/20യുടെ ഡിനോമിനേറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ 5നെ 20ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 5 × 4 ചെയ്യണം. സോ ഡിനോമിനേറ്റർ 20 വന്നു. ഡിനോമിനേറ്റർ 4 മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്റർ എന്താക്കണം, 1 × 4 വന്നു. ഓക്കെ, ഇനി സിയുടെ നമുക്കറിയാം 1/4 ആണ്. ഇത് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യണമെന്നില്ല. ലോജിക്കലി എന്ത് ചെയ്യാം, 20ൽ 11 ഭാഗം എയുടേതാണ്, 20ൽ 4 ഭാഗം ബിയുടേതാണ്. ബാക്കി റിമൈനിങ് ആയിട്ട് 20ൽ ഇനി എത്ര ഭാഗമുണ്ട് നിങ്ങൾ ചാറ്റ് ബോക്സ് പറയൂ. ആ ഭാഗം ആരുടേതായിരിക്കും, ആ ബാക്കിയുള്ള 5 ഭാഗം സിയുടേതായിരിക്കും. ഓക്കെ, 11, 4, 5. ബട്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാത്തമാറ്റിക്സ് ഓപ്പറേഷൻ പ്രകാരം ഈ 4നെ ഡിനോമിനേറ്റർ 20ലേക്ക് കൺവേർട്ട് ചെയ്ത് ന്യൂമറേറ്ററിനെയും അതേപോലെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാണാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ലോജിക്കലി ഇത് കണക്ട് ചെയ്താൽ മതി. അപ്പൊ ഒരുവിധം ഈ റേഷ്യോ നിന്ന് സാക്രിഫൈസ് റേഷ്യോ, ഇത് സാക്രിഫൈസ് റേഷ്യോ ഒന്നുമില്ല, ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ്. ന്യൂ റേഷ്യോ കാണാനാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. ഇനി ഒരു അവസാനത്തെ ക്വസ്റ്റ്യൻ, ഈ 5 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രമേ നമുക്ക് എന്താക്കുള്ളൂ, നെറ്റ് എക്സാമിന് വരികയുള്ളൂ. ഇത് 5ാമത്തെ, നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടാവണം. നിങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് നോക്കട്ടോ. ഓക്കെ, നിങ്ങളും ചെയ്ത് നോക്കാം. എ ആൻഡ് ബി, ഇത് ഞാൻ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ വായിക്കാം എന്നിട്ടേ ചെയ്യുന്നുള്ളൂ. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:1. ഓക്കെ, എയും ബിയും എന്താണ് അവരുടെ റേഷ്യോ, 3:1 ആണ്. സി ഈസ് അഡ്മിറ്റഡ് ആസ് എ പാർട്ണർ. സി എന്ന് പറഞ്ഞ ആൾ ഒരു പാർട്ണർ ആയിട്ട് അഡ്മിറ്റ് ചെയ്തു. സിയുടെ റേഷ്യോ ഒന്നും ഇവിടെ പറയുന്നില്ല. എ സറണ്ടേർഡ് 1/32 ഓഫ് ഹിസ് ഷെയർ. എ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ 1/32 ഓഫ് ഷെയർ സറണ്ടർ ചെയ്യുന്നു. ആൻഡ് ബി അദ്ദേഹത്തിന്റെ 3/32 ഓഫ് ഹിസ് ഷെയർ ഇൻ ഫേവർ ഓഫ് സി. സിക്ക് വേണ്ടിയിട്ട് എ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ 1/32 ഓഫ് ഷെയറും ബി അദ്ദേഹത്തിന്റെ 3/32 ഓഫ് ഷെയറും എന്ത് ചെയ്യുന്നു, സിക്ക് വേണ്ടിയിട്ട് അവർ സാക്രിഫൈസ് ചെയ്യുന്നു, സറണ്ടർ ചെയ്യുന്നു. സോ കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ, സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഫസ്റ്റ് എന്ത് ചെയ്യാം, എയുടെ ഓൾഡ് റേഷ്യോ എഴുതി വെക്കാം. എയുടെ റേഷ്യോ എന്താണ്, എ ഈസ് ഈക്വൽ ടു എ പ്രോഫിറ്റ് 3:1. സോ 3/4. ബി എന്ന് പറയുന്നത് 1/4. ഇനി 3/4ന്റെ 1/32 എ സറണ്ടർ ചെയ്യുന്നു. ഇനി വേറൊരു ആംഗിൾ ഞാൻ പറഞ്ഞുതരാം.
എയുടേത് 10 ഷെയർ. എ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ 20% സറണ്ടർ ചെയ്യുന്നു ഇൻ ഫേവർ ഓഫ് സി. അപ്പൊ എന്താ നമ്മൾ ചെയ്യാം? 10% ചെയ്യും. 10% 10 × 20/100 ചെയ്യുക അല്ലെ. എ 50 അദ്ദേഹത്തിന്റെ ഒരു 25% സറണ്ടർ ചെയ്യുന്നു വെച്ചാൽ 50ന്റെ 25/100 ആണ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ അത് ചെയ്യുക. 100 അദ്ദേഹത്തിന്റെ 10% സറണ്ടർ മീൻസ് 100ന്റെ 10/100 സറണ്ടർ ചെയ്യും. അപ്പൊ 100ൽ നിന്ന് ഫോർ എക്സാമ്പിൾ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. എയുടേത് 100 വിചാരിച്ചോളൂ. അദ്ദേഹം 10% സറണ്ടർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? 100ന്റെ 10% കാണും. 100 × 10/100 ഈസ് ഈക്വൽ ടു 10 സറണ്ടർ ചെയ്യുക. അപ്പൊ ഈ 100ൽ നിന്ന് എന്ത് ചെയ്യണം? സറണ്ടർ ചെയ്ത 10 മൈനസ് ചെയ്യണം. 90 എന്ത് വരിക? ന്യൂ റേഷ്യോ വരിക. ഈ സെയിം ലോജിക്കിൽ നമുക്ക് എന്താക്കാം? ഇവിടെ ഫ്രാക്ഷനിലേക്ക് വരിക. ഫ്രാക്ഷനിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് 3/4ന്റെ 1/32 എ സറണ്ടർ ചെയ്യും. 1/4ന്റെ 3/32 ബിയും സറണ്ടർ ചെയ്യും. അപ്പൊ നമുക്ക് നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 1 3, 4 × 32 4 3 120, 4 2 8, 120 8 128. ഓക്കെ. 1 × 3 3 ഡിവൈഡഡ് ബൈ 4 × 32 128. സോ സിയുടെ ഷെയർ എന്ന് പറയുമ്പോൾ എത്ര വരിക? ഈ 3യും 3യും ആഡ് ചെയ്താൽ 6/128 വരിക. ഇനി എ സറണ്ടർ ചെയ്ത 1/32 എന്ന് പറയുന്നത് ഇത്രയും ഭാഗം എയിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, കാരണം അത് സിക്ക് വേണ്ടിയിട്ട് എ കൊടുക്കുന്ന. ബി ഇത്രയും ഭാഗം സിക്ക് വേണ്ടി ബിയും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എയുടെ ന്യൂ ഷെയർ കാണണമെങ്കിൽ എയുടെ ഈ 3/4ൽ നിന്ന് മൈനസ് 3/128 ചെയ്യണം. ഇനി ബിയുടെ 1/4ൽ നിന്ന് മൈനസ് 3/128 ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നോർമൽ പിന്നെ മൈനസ് ചെയ്യുക. ഫ്രാക്ഷൻ എങ്ങനെ മൈനസ് ചെയ്യാം? ഇത് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വലിയ എമൗണ്ട് കാൽക്കുലേഷൻ വരും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്ററിനെ എന്താക്കാം? സെയിം ആക്കാം. ഡിനോമിനേറ്ററിനെ സെയിം ആക്കിയാൽ നിങ്ങൾ ന്യൂമറേറ്റർ മാത്രം മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഈ 3/4നെ നമുക്ക് എന്താക്കാം? 4നെ 128 ആക്കണം. ഓക്കെ, 4നെ 128 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 128ൽ എത്ര 4 ഉണ്ട്? 128ൽ എത്ര 4 ഉള്ളത്? 32 4. നമ്മൾ നേരത്തെ 32 നമുക്കറിയാം. സോ 4നെ നമുക്ക് എന്താക്കാം? 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 32 മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററും 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ 3 × 32 96 ഡിവൈഡഡ് ബൈ 4 × 32 128 മൈനസ് 3/128. ഇത് നമുക്ക് ഡയറക്റ്റ് മൈനസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? 96ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ മതി. 93/128. ഇനി ഇതേപോലെ ഇവിടെയും ചെയ്യാം. ഓക്കെ, 1/4 മൈനസ് 3/128 എങ്ങനെ ചെയ്യാം? ഈ 4നെ എന്താക്കാം? ഡിനോമിനേറ്റർ സെയിം ആക്കാം. ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ 4നെ 128 ആണെങ്കിൽ 4നെ എന്ത് ചെയ്യണം? 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4നെ 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്ത് വരും? ഇവിടെ 128 വരും. ഓക്കെ, 4 × 32 ഈസ് ഈക്വൽ ടു 128. ഇവിടെ 32 മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്റർ എന്താക്കണം? 32 മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 32 32 ആണ്. സോ നമുക്ക് നേരിട്ട് മൈനസ് ചെയ്യാം. 32ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 29/128. ഓക്കെ, അപ്പൊ 128ൽ 29 ഭാഗം 128ൽ 93 ഭാഗം ആര് പോയി? എ കൊണ്ടുപോയി. 128ൽ ബിയുടെ എത്ര വരുന്നു? 29 ഭാഗം വരുന്നു. ബാക്കി 128ൽ ഇനി എത്ര ഉണ്ടാവും? 93 103 113 122. ബാക്കി 6 ഉണ്ടാവുക. ഈ 6 ആരുടെയാണ്? നമുക്ക് നേരത്തെ ഞാൻ ഇവിടെ ഒരു 6 എഴുതി വെച്ചിരുന്നു അല്ലെ? ഈ 3 3 സിയുടെ ഏതാണ്? 6. സോ ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു 93:29 ഈസ് ഈക്വൽ ടു 6. ദിസ് ഈസ് അവർ ന്യൂ റേഷ്യോ. ഓക്കെ, ആർ യു ക്ലിയർ? നിങ്ങൾക്കൊരു PYQ തരും, അത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ ഇതേപോലെയുള്ള ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. സാക്രിഫൈസ് റേഷ്യോ നമ്മൾ വീണ്ടും പറയുന്നില്ല. ദ ഷോസ് ഹൗ മച്ച് ഓഫ് ദർ ഓൾഡ് പ്രോഫിറ്റ് ഷെയർ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ഗീവ് അപ്പ് ഇൻ പവർ ഓഫ് ദ ന്യൂ പാർട്ണർ. ന്യൂ പാർട്ണർക്ക് അദ്ദേഹം ഓൾഡ് പാർട്ണേഴ്സ് എത്ര ഷെയർ സാക്രിഫൈസ് ചെയ്യുന്നു. അതെങ്ങനെ കാണുക? സൺ എന്ന് ഓർത്ത് വെച്ചാൽ ഉണ്ട്. സൺ എന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്താക്കാം, ഇത് പെട്ടെന്ന് സൺ സാക്രിഫൈസ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പം കണ്ടിട്ടുള്ള ന്യൂ റേഷ്യോ കാണുക, എന്നിട്ട് എന്താക്കുക, ഓൾഡ് റേഷ്യോയിൽ നിന്ന് ന്യൂ റേഷ്യോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സാക്രിഫൈസ് റേഷ്യോ കിട്ടും. സാക്രിഫൈസ് റേഷ്യോ വളരെ ഈസിയാണ്. ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ. ഇഫ് ന്യൂ പാർട്ണേഴ്സ് ബ്രിങ്സ് ഗുഡ് വിൽ ഇൻ ക്യാഷ് ആയിട്ട് പുതിയ പാർട്ണേഴ്സ് ഗുഡ് വിൽ കൊണ്ടുവന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ക്രെഡിറ്റ് അടിച്ചു ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ സാക്രിഫൈസ് റേഷ്യോ. അവര് സാക്രിഫൈസ് ചെയ്തതിന് പകരം പുതിയ പാർട്ണറും വരുന്ന സമയത്ത് അവർ കൊണ്ടുവരുന്ന ഗുഡ് വിൽ ആർക്കുള്ളതാണ്? ഓൾഡ് പാർട്ണേഴ്സിന്റെ സാക്രിഫൈസ് റേഷ്യോ അവരുടെ ക്യാപിറ്റലിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യാം. സോ അതിന്റെ ജേണൽ ക്യാഷ് വരുന്നു, അപ്പൊ ക്യാഷ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു പ്രീമിയം ഫോർ ഗുഡ് എന്ന ടെമ്പററി അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ അക്കൗണ്ടിൽ നിന്ന് നേരെ പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് ടു ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അവരുടെ ഇൻകം ആയിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. ക്വസ്റ്റ്യൻ ചോദിക്കുക എന്താന്ന് വെച്ചാൽ, ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്ര രൂപയാണ് ട്രാൻസ്ഫർ ചെയ്യുക? അപ്പൊ നമുക്ക് എന്താക്കണം? സാക്രിഫൈസ് റേഷ്യോ കാണണം. ആ റേഷ്യോന്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക? ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരെ നമുക്ക് നേരത്തെ കാണാൻ പറ്റണം. ഇനി ഒരു PYQ. ഈ PYQ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഒരു കുറഞ്ഞ സമയം നിങ്ങൾക്ക് തരും. ഓക്കെ, ഒരു 2 മിനിറ്റ് തരും. ഓക്കെ, എത്ര പേര് ചെയ്യും നോക്കട്ടെ. X and Y sharing profits in the ratio of 7:3. Admit Z for 3/7 share in the new firm, which he takes 2/7 from X and 1/7 from Y. The new ratio of X, Y and Z will be. UGC നെറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇത് ചെയ്താൽ മാത്രമേ ഇത്രയും നേരത്തെ ക്ലാസ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, please do fast. അൻമേരി വന്നു, റാഹിന. Then next. ഓക്കെ, ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. യെസ്, റൈറ്റ് ആൻസർ. നിങ്ങൾ ചെയ്തത് വളരെ ശരിയാണ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നെറ്റ് എക്സാമിന് ചോദിക്കുക. ഡയറക്റ്റ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇത് ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എക്സ്പ്ലെയിൻ എന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഏതെങ്കിലും ആളുകൾക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ആൻസർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. കാരണം ഇത്രയും 5 ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A and B. Okay, any next question നോക്കിക്കോളൂ. A and B are partners in a firm who share profit and loss equally. They admitted C on the following terms. C should bring 12,000 as capital and 8,000 as goodwill. New profit sharing ratio of A, B and C will be 2:1:2 respectively. A and B will share the goodwill in which of the following ratio? താഴെ പറയുന്നതിൽ ഏത് റേഷ്യോയിലാണ് എയും ബിയും ഗുഡ്വിൽ ഷെയർ ചെയ്യുക? ഇത് നിങ്ങളുടെ ലോജിക് കണക്ഷൻ അങ്ങോട്ട് പോകണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്താണ്? എ ആൻഡ് ബി ഈക്വലി ആണ് അല്ലെ. ഈക്വലി എന്ന് പറയുമ്പോൾ എ ആൻഡ് ബി 1:1 ആണ്. എയുടെ ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. ബിയുടേത് 1/2 ആണ് ഇവരുടെ ഓൾഡ് റേഷ്യോ. ഓക്കെ, ദെൻ സി വന്നു.
Then C should bring 12,000 and 8,000 goodwill. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ABC എന്താണ്? ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എയുടേത് 2/5 ബിയുടേത് 1/5 ഓക്കെ. ദെൻ സിയുടേത് 2/5 ആണ്. നമുക്ക് എന്ത് കാണണം? A and B will share the goodwill in which of the following ratio? അത് എന്ത് ഷെയറിലായിരിക്കും ഗുഡ്വിൽ ട്രാൻസ്ഫർ ചെയ്യാം? സാക്രിഫൈസ് റേഷ്യോയിലായിരിക്കും. നമുക്ക് കാണാനുള്ളത് സാക്രിഫൈസ് റേഷ്യോ ആണ്. അതെങ്ങനെ കാണുക? സൺ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ 1/2 മൈനസ് 2/5 1/2 മൈനസ് 1/5. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെന്ന് നോക്കട്ടെ. ഓക്കെ, ഒരുപാട് ആളുകൾ ഡി ആണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നതാണ്. ജസ്റ്റ് മൈനസ് ചെയ്യാനേ ഉള്ളൂ, മറ്റൊന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം പ്രധാനമായിട്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് സാക്രിഫൈസ് റേഷ്യോ ഒക്കെ നിങ്ങൾ അവിടെ ചാറ്റില് പിന്നെ ഈ ലൈൻ ലാവണ്യാണ് ഈ ലൈനിൽ വന്നത്. നിങ്ങളത് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിവിടെ വീണ്ടും സ്റ്റോപ്പ് ഷെയർ ചെയ്തിട്ട് വീണ്ടും ഷെയർ ചെയ്യേണ്ടിയൊക്കെ വരും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം കോസ്റ്റിംഗ് എന്നുള്ള പാർട്ട് നമ്മൾ റേഷ്യോ കഴിഞ്ഞു. ഓക്കെ, ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താക്കണം? എക്സ്പെക്ട് ചെയ്തോളൂ. സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ്. ഇവിടെ നമുക്ക് കുറച്ചും കൂടി ഒരു കോസ്റ്റിംഗില് നിങ്ങൾക്കറിയാം ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് അല്ലെ? നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. പക്ഷെ ഈ ഇക്വേഷൻസ് ഒക്കെ തന്നെ നമുക്ക് ബൈ ഹാർട്ട് കാണാതെ പഠിക്കാതെ ലോജിക്കലി ആ ഇക്വേഷൻ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയാൽ, ആ കണക്ട് ചെയ്തത് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യനും അപ്ലൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് നമുക്ക് എക്സാമിന് ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ഒരു ലോജിക്കൽ കണക്ഷൻ ആണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ടെടുക്കുന്നത്. മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ബ്രേക്ക് ഇൻ അനാലിസിസ്, എങ്ങനെ നമുക്ക് ലോജിക്കലി ഓരോ ഇക്വേഷൻസും കണക്ട് ചെയ്യാം. സോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ ഒരു മാർജിനൽ കോസ്റ്റിംഗിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. Marginal costing is a cost assignment technique used mainly for managerial decision making rather than for routine financial reporting. ഇത് മെയിൻലി എന്തിനു വേണ്ടിയിട്ടാണ്? മാനേജ്മെന്റിന്റെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പാർട്ടാണ് ഇത്. മാനേജ്മെന്റിന്റെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാർജിനൽ കോസ്റ്റ്. എസ്പെഷ്യലി നമുക്കറിയാം നമ്മുടെ കമ്പനിയിൽ ഇറ്റ് ഈസ് എ ടെക്നിക് വിച്ച് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ചാർജിങ് ഓൺലി വേരിയബിൾ കോസ്റ്റ് പ്രൊഡക്റ്റ്. നമുക്കറിയാം നമ്മുടെ കമ്പനിയിൽ ഒരു 100 പ്രൊഡക്റ്റ്, ഒരു 100 യൂണിറ്റ് ഉണ്ടാക്കുന്നു. ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 10 ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1000 ആണ്. ഓക്കെ, ഈ 1000 100 യൂണിറ്റിന്റെ ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് 10 ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് 1000 ആണ്. എന്നാൽ മാർജിനൽ കോസ്റ്റിംഗിൽ നമ്മൾ പഠിക്കുന്നത് ഈ 100 യൂണിറ്റിന് പുറമെ അഡീഷണലി 101ാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കോസ്റ്റ് വരുന്നുണ്ട്? 1012 ആണോ 1010 ആണോ? കാരണം ഇങ്ങനെ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഏത് കോസ്റ്റ് ആണ് ചേഞ്ച് വരിക? ഫിക്സ്ഡ് കോസ്റ്റ് ആണോ വേരിയബിൾ കോസ്റ്റ് ആണോ ചേഞ്ച് വരിക? ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഫിക്സ്ഡ് ഫോർ എ പീരീഡ്. ഒരു പീരീഡിലേക്ക് അത് ഫിക്സ്ഡ് ആയി തന്നെ നിൽക്കും. എന്നാൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. മീൻസ് ഒരു പ്രൊഡക്റ്റിന്റെ വേരിയബിൾ കോസ്റ്റ് 40 ആണെങ്കിൽ 10 പ്രൊഡക്റ്റിന്റെ വേരിയബിൾ കോസ്റ്റ് 400 ആയിരിക്കും. 20 പ്രൊഡക്റ്റിന്റെ വേരിയബിൾ കോസ്റ്റ് 800 ആയിരിക്കും. യൂണിറ്റിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഫിക്സ്ഡ് കോസ്റ്റ് ഒരു പീരീഡിലേക്ക് ഒരു പക്ഷേ ഒരു 10,000 ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ നമ്പർ അനുസരിച്ച് ഈ ഫിക്സ്ഡ് കോസ്റ്റിൽ ഒരു ചേഞ്ചസും സംഭവിക്കുന്നില്ല. സോ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ ഫോക്കസ് ഓർ മെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വേരിയബിൾ കോസ്റ്റ് ആണ്. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നുണ്ട്? അഡീഷണലി പ്രൊഡക്റ്റ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് വേരിയബിൾ കോസ്റ്റിൽ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു? അതിനനുസരിച്ചിട്ട് മാനേജ്മെന്റ് അത് എത്രത്തോളം നമുക്കറിയാം അവർക്ക് ഈ ഡിസിഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ജനറൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്. അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസ് ചെയ്യാൻ അഡീഷണൽ യൂണിറ്റ് ആണ്.
ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് വെൻ ദർ ഈസ് എ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ബൈ 1 യൂണിറ്റ്. ഇറ്റ് ഈസ് ഓൺലി ദ മാർജിനൽ കോസ്റ്റ് ഈസ് എ വേരിയബിൾ കോസ്റ്റ് ആണ്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ലാസ്റ്റ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് വിച്ച് ഇൻക്ലൂഡ്സ് ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ ആൻഡ് ഡയറക്ട് എക്സ്പെൻസ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഇങ്ങനത്തെ വേരിയബിൾ കോസ്റ്റുകൾ എത്രത്തോളം നമ്മുടെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ റിഫ്ലക്ട് ചെയ്യുന്നു. ഇതാണ് പ്യൂർലി നമ്മൾ മാർജിനൽ കോസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ കംപ്ലീറ്റ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. കോസ്റ്റിന് നമുക്ക് എന്താക്കാം? ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഫിക്സ്ഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാലറി, ഇൻഷുറൻസ് ഒക്കെ തന്നെ ഒരു പീരീഡിലേക്ക് അത് ഫിക്സ്ഡ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഓരോ പ്രൊഡക്ഷൻ അനുസരിച്ച്, പ്രൊഡക്ഷന്റെ റോ മെറ്റീരിയൽ ഓരോ പ്രൊഡക്റ്റിനനുസരിച്ചിട്ട് എന്താവും? അത് വേരി ചെയ്തുകൊണ്ടേ ഇരിക്കും വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. തിയറി ആയിട്ട് എന്താണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്നും എന്താണ് വേരിയബിൾ കോസ്റ്റ് എന്നും വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഓരോ പ്രൊഡക്റ്റ് യൂണിറ്റിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓൾവേസ് ഫിക്സ്ഡ് ആയിരിക്കും ആ ഒരു ഡെഫിനിറ്റ് പീരീഡിലേക്ക്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ആണ്. ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ആയിക്കോട്ടെ, ഏത് കമ്പനി ആയി കഴിഞ്ഞാലും അവിടെ ഒരുപാട് ഫിനാൻഷ്യൽ അനലിസ്റ്റുകൾ ഉണ്ടാവും. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് ഇന്ത്യൻ CMAയുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പാർട്ടാണ്. US CMAയുടെ പാർട്ടും ഒക്കെ ഇത് പഠിക്കാനുണ്ട് നമുക്ക്. ഓക്കെ, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയുടെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന കോസ്റ്റ് അത് എത്രത്തോളം അവർക്ക് വോളിയം സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് എത്രത്തോളം അവരുടെ പ്രോഫിറ്റിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇഫ് സെയിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് വാട്ട് ഹാപ്പൻ ടു പ്രോഫിറ്റ്, നമ്മുടെ പ്രോഫിറ്റിന് എന്താ സംഭവിക്കുന്നത്, എത്ര കോസ്റ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ അത് പ്രോഫിറ്റ് സെയിലിലൂടെ എത്രത്തോളം പ്രോഫിറ്റിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബേസിക് നിങ്ങൾക്ക് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഇതിനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മെയിൻലി കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ആക്ച്വലി കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് an extension of marginal costing തന്നെയാണ്. when volume of production changes, വോളിയം ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അത് കോസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നു 100%, വിച്ച് ഇൻ ടേൺ അഫക്ട് ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. അത് പ്രോഫിറ്റിലേക്ക് എത്രത്തോളം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സോ കോൺട്രിബ്യൂഷൻ മാർജിൻ അനാലിസിസും ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്നുള്ള രണ്ട് പാർട്ടായിട്ട് നമുക്ക് എന്താക്കാം? കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിനെ കാറ്റഗറൈസ് ചെയ്യാം. കോൺട്രിബ്യൂഷൻ മാർജിൻ അനാലിസിസ് ആൻഡ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. നല്ല അടിപൊളി ലോജിക്കൽ കണക്ഷൻ ഉള്ളതാണ്. ഓക്കെ, വളരെ ശ്രദ്ധിച്ചിരിക്കുക. നല്ല 100% നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. കോൺട്രിബ്യൂഷൻ മാർജിൻ അനാലിസിസ് നമുക്കറിയാം. കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും FM പല സ്ഥലത്തും നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. ഇതാണ് കോൺട്രിബ്യൂഷൻ. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന്റെ സെല്ലിംഗ് പ്രൈസ് 100 ആണ്, വേരിയബിൾ കോസ്റ്റ് 40 ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 60 ആണ്. ഓക്കെ, ഇത് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. സോ ഒരു യൂണിറ്റിന്റെ കോൺട്രിബ്യൂഷൻ 60 ആണ് അല്ലെ? ദെൻ 10 യൂണിറ്റിന്റെ കോൺട്രിബ്യൂഷൻ 10 × 60 600 വരും. ഓക്കെ, 100 യൂണിറ്റിന്റെ കോൺട്രിബ്യൂഷൻ 6000 വരും. സോ ഈ കോൺട്രിബ്യൂഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇത് എങ്ങോട്ടാണ് ഇത് കൂടുന്നത്? കമ്പനിയുടെ പ്രോഫിറ്റിലേക്കാണ് അല്ലെ? കോൺട്രിബ്യൂഷൻ ഇങ്ങനെ കൂടി നമുക്ക് കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും കോൺട്രിബ്യൂഷൻ കൂടുന്നത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? പിന്നെ പ്രോഫിറ്റിലേക്കാണ് പിന്നെ കംപ്ലീറ്റ്. സോ ആക്ച്വലി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ എങ്ങോട്ടാണ് മെയിൻലി ജനറേറ്റ് ചെയ്യുന്നത്? ഒരു യൂണിറ്റ് എത്രത്തോളം അവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു, അതാണ് ജനറലി കോൺട്രിബ്യൂഷൻ നമുക്ക് മീൻ ചെയ്യാൻ പറ്റുന്നത്. ദിസ് പാർട്ട് ഓഫ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് ഫോക്കസ് ഓൺ ഹൗ മച്ച് ഈച്ച് യൂണിറ്റ് കോൺട്രിബ്യൂട്ട്. ഒരു യൂണിറ്റ് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ടുവാർഡ്സ് കവറിംഗ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് ജനറേറ്റിംഗ് പ്രോഫിറ്റ്. ആദ്യം കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ 100-ൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ നമുക്ക് 60 കിട്ടും. ഈ 60 ഒരുപാട് 60 കൂടി ഒരുപാട് 60 കൂടിയിട്ട് നമുക്ക് എന്താക്കും? ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യും. ഇങ്ങനെ ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യുന്ന ഈ ഒരു മൂമെന്റിൽ നമുക്ക് ഒരു പ്രോഫിറ്റും ഉണ്ടാവില്ല, ഒരു ലോസും ഉണ്ടാവില്ല. പിന്നീട് വരുന്ന ഓരോ കോൺട്രിബ്യൂഷനും എങ്ങോട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്? നമ്മുടെ പ്രോഫിറ്റ് ജനറേഷനിലാണ് പിന്നെ സംഭവിക്കുന്നത്. ഓക്കെ, ഹയർ കോൺട്രിബ്യൂഷൻ കൂടുന്നതിനനുസരിച്ച് ഹയർ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ആണ് നമ്മുടെ കമ്പനിയിൽ കൂടുന്നത്. ഇതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, കോൺട്രിബ്യൂഷൻ മാർജിൻ അനാലിസിസ്.
ദെൻ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് ഇറ്റ് ഇസ് നത്തിങ് ബട്ട്, ഇപ്പം പറഞ്ഞത് തന്നെയാണ്, ഞാൻ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ബ്രേക്ക് ഈവൻ എല്ലാവർക്കും അറിയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. എല്ലാവരും മനസ്സിൽ കണ്ടു ഓർത്ത് വെച്ചത് ദർ ഇസ് നോ പ്രോഫിറ്റ് നോ ലോസ്. ആക്ച്വലി ദർ ഇസ് നോ പ്രോഫിറ്റ് നോ ലോസ്. ബട്ട് ഇത് എങ്ങനെയെന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ പിക്ചറൈസ് ചെയ്ത് കാണിച്ചു തരുന്നത്. നമ്മുടെ ഒരു യൂണിറ്റ്, ഓക്കെ, ഒരു യൂണിറ്റിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ 100 ആണ്. വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 40 ആണ്. ഒരു യൂണിറ്റിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 60 ആണെന്ന് വിചാരിക്കൂ. ഓക്കെ, നമ്മുടെ കമ്പനിയുടെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്, ഏകദേശം ഒരു 3600 ആണെന്ന് വിചാരിക്കും. ഓക്കെ, 3600 ആണ്. ഒരു യൂണിറ്റിന്റെ കോൺട്രിബ്യൂഷൻ 60 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താക്കും? നമ്മുടെ കമ്പനി ഒരുപാട് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. 2 യൂണിറ്റ് 3 യൂണിറ്റ്, ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താക്കും? 60 ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നമ്മൾ 60 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 60 ഇൻറ്റു 60 ഈസ് ഈക്വൽ ടു 3600. ഈ ഒരു റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ 3600 ആണ്. നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റും എത്രയാണ്? 3600 ആണ്. നമുക്ക് എന്താക്കാൻ പറ്റി? ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു സെയിൽ ലെവൽ 60 യൂണിറ്റ് നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് മീറ്റ് ചെയ്യാനൊക്കെ പറ്റി. സോ ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് മീറ്റ് ചെയ്താൽ പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്തില്ല? പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. ഓക്കെ, ഇനി 59 ആയിരുന്നെങ്കിൽ നമുക്ക് ലോസ് ഉണ്ടാവും. ഇനി 60 ശേഷം 61ാമത്തെ സെല്ലിംഗ് എങ്ങോട്ടാ പോവാന്നറിയോ? 61ാമത്തെ സെല്ലിംഗ് കോൺട്രിബ്യൂഷന്റെ 60 നമ്മുടെ പ്രോഫിറ്റിലേക്കാണ് ജനറേറ്റ് ചെയ്യുക. പിന്നെ വരുന്നതെല്ലാം പ്രോഫിറ്റിലേക്ക്. അപ്പോൾ വാട്ട് ഈസ് ബ്രേക്ക് ഈവൻ? ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ സെയില്, ഫിക്സ്ഡ് കോസ്റ്റ് മീറ്റ് ചെയ്യുന്ന ആ ഒരു പൊസിഷനെയാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയാം. ആ ഒരു സ്റ്റേജിൽ നമുക്ക് എന്തില്ല? കമ്പനിയിൽ പ്രോഫിറ്റും ഇല്ല, കമ്പനിയിൽ എന്തില്ല? ലോസും ഇല്ല. ഈ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ്. സോ എല്ലാ കമ്പനിക്കും ഒരു ബ്രേക്ക് ഈവൻ അവർ ഫിക്സ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അവർ എത്രത്തോളം സേഫ് ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അവർ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അവർ അറ്റൈൻ ചെയ്യേണ്ട മിനിമം സെയില് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ആ മിനിമം ബ്രേക്ക് ഈവൻ ഫിക്സ് ചെയ്യുക. നമ്മുടെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ഒരു ബ്രേക്ക് ഈവൻ കോസ്റ്റ് ഉണ്ടാവും. ആ ബ്രേക്ക് ഈവന്റെ താഴെയാണ് സെല്ലിംഗ് വരുന്നതെങ്കിൽ അവിടെ ലോസ് ആയിരിക്കും. ബ്രേക്ക് ഈവന്റെ മുകളിലാണ് സെയിൽസ് വരുന്നതെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആയിരിക്കും. കാരണം 61 മുതൽ എന്താണ്? പ്രോഫിറ്റ് ആണ്. എന്നാൽ 60ന്റെ താഴെ, നേരത്തെ പറഞ്ഞ 59ഉം 50ഉം 40ഉം ഒക്കെ ആണെങ്കിൽ എന്താണ് വരിക? അവിടെ ലോസ് ആയിരിക്കും വരിക. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് കോൺട്രിബ്യൂഷൻ മാർജിനും ബ്രേക്ക് ഈവൻ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഒന്നും ഇവിടെ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് അറിയുന്ന പോലെ മെയിൻലി പ്രോഫിറ്റബിലിറ്റി പെർ യൂണിറ്റ് ആണ്. ബ്രേക്ക് ഈവൻ എന്ന് പറയുമ്പോൾ മിനിമം സെയിലാണ്. ആ മിനിമം സെയിൽ എന്തില്ല? പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. മെഷർ ഹൗ മച്ച് ഈച്ച് യൂണിറ്റ് കോൺട്രിബ്യൂട്ട്, ഓരോ യൂണിറ്റും എത്രത്തോളം പ്രോഫിറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ അനലൈസിസ്. എന്നാൽ മെഷേഴ്സ് അറ്റ് വാട്ട് ലെവൽ പ്രോഫിറ്റ് സ്റ്റാർട്ട്, പ്രോഫിറ്റ് ഏത് ലെവലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ബ്രേക്ക് ഈവൻ ആയി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് എന്ത് ചെയ്യും? നമ്മൾ പ്രോഫിറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ദെൻ എലമെന്റ് ഓഫ് കോസ്റ്റ് പോലെ ഇതാണ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. എലമെന്റ്സ് എന്ന് പറയുമ്പോൾ മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, കോൺട്രിബ്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്, ബ്രേക്ക് ഈവൻ അനാലിസിസ് ഇമ്പോർട്ടന്റ് ആണ്, മാർജിൻ ഓഫ് സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണ്, PV റേഷ്യോ, ബ്രേക്ക് ഈവൻ ചാർട്ട്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സോ ഇത് വളരെ നിങ്ങൾക്ക് എന്താക്കാം? ലോജിക്കലി കറക്റ്റ് ചെയ്യാം. അത്ര വലിയ പ്രയാസമുള്ളതൊന്നുമല്ല. നമുക്ക് ഈ ഒരു നെക്സ്റ്റ് സെഷനിൽ ഈ കാര്യത്തില് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന കാര്യങ്ങളും അതിന്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അതിന്റെ കുറച്ച് PYQ, ഇതിന്റെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു ഇന്ന് കൃത്യം ഒരു 5 മിനിറ്റ് കേട്ടോ. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കുന്നതും കേൾക്കുന്നതും ചെറിയൊരു വാട്ടർ ബ്രേക്ക് എടുക്കാം. ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് കഴിഞ്ഞിട്ട് കൃത്യം നമുക്ക് എന്താക്കാം? 9:05 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കറക്റ്റ് 5 മിനിറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.
ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്തോ? നമുക്ക് അക്കൗണ്ടൻസി റിവിഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാലോ, ആ ഒരു പിന്നെ ബിസിനസ് ഫിനാൻസ് ഒക്കെ ചെയ്ത പോലെ ഒരു ഓടിച്ചിട്ട് അത്ര ഒരു ഫൈനൽ സ്പീഡായിട്ട് ഇതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഇത് പ്രോബ്ലം ആണ്, അത്രയും കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് കഴിഞ്ഞ ക്ലാസ്സും പിന്നെ എനിക്ക് പിന്നീട് തോന്നി അങ്ങനെ എടുക്കണ്ടായിരുന്നു എന്ന് തോന്നിയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഒരു സ്പെസിഫിക് ഏരിയ ഫോക്കസ് ചെയ്തിട്ട് ആ ഏരിയ വളരെ നല്ല രീതിയിൽ പറയാൻ നമ്മൾ ശ്രമം നടത്തുന്നത്. ഓക്കെ, നിങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എലമെന്റ്സ് ഓഫ് കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് അനാലിസിസ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു. ഇനി നേരെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കണ്ടിന്യൂ ചെയ്യാണ്. ഇവിടെ എന്റെ BPD ഈ എല്ലാ ഇക്വേഷൻസിനെയും നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് ഇക്വേഷൻ വളരെ ഈസി ആയിട്ട് എങ്ങനെ മെമ്മറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു മെമ്മറൈസേഷൻ ടെക്നിക്സ് ആണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, കാരണം നിങ്ങളും ഇത് പിന്നെ ലൈവ് കാണുന്ന സ്റ്റുഡൻസും ഇത് റെക്കോർഡിങ്സ് കാണുന്ന സ്റ്റുഡൻസും ഒക്കെ തന്നെ ഒരു ലൈവ് ഇന്ററാക്ഷൻ ഉണ്ടായാൽ വളരെ ഈസി ആവും. മീൻസ് നിങ്ങൾക്ക് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് എന്താക്കാം, എന്നാലും നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ സെയിൽ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം 100 യൂണിറ്റ് ആണ് നമ്മുടെ ടോട്ടൽ നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, 100 യൂണിറ്റ്സ്. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 40 ആണ്. ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത് എന്താണ്? 100 ഇൻറ്റു 40 ഈസ് ഈക്വൽ ടു 4000 ആണ് ടോട്ടൽ സെയിൽസ് വാല്യൂ. ഈ ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത് ശരിക്കും എന്തൊക്കെ കൂടിയിട്ടാണ് ഈ സെയിൽ വരുന്നത് കമ്പനിയിൽ? കമ്പനികൾക്ക് പ്രധാനമായിട്ടും 2 കോസ്റ്റ് ഉണ്ടാവും അല്ലെ. ഒന്ന് അവർക്ക് ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവും. ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 2000 ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് മാത്രമാണോ കമ്പനിക്ക് ഉണ്ടാവുക? നോ, ഫിക്സ്ഡ് കോസ്റ്റിന്റെ കൂടെ വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് ഇറ്റ് ഇസ് ഓൾവേസ് ഫിക്സ്ഡ്. 2000 എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. എന്നാൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പ്രൊഡക്റ്റിന്റെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 10 റുപ്പീസ് ആണ്, 10 പെർ യൂണിറ്റ് ആണ്. സോ 100 പ്രൊഡക്റ്റിന്റെ വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 1000 ആണ്. സോ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ടോട്ടൽ കോസ്റ്റ് എന്ന് വിളിക്കാം. ടോട്ടൽ കോസ്റ്റ് ഇവിടെ എന്താണ്? 2000 പ്ലസ് 1000. ടോട്ടൽ കോസ്റ്റ് 3000 ആണ്. ഇതിന്റെ കൂടെ കോസ്റ്റിന്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യാം? നമ്മളെ സെയിൽ പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ കോസ്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് കൂടി കൂടും? നമുക്ക് കമ്പനിയിൽ എന്താണോ ഉള്ളത് അവിടെ ഇവിടെ നിങ്ങൾ തന്നെ പറയൂ. ടോട്ടൽ കോസ്റ്റ് 3000 ആണ്, സെയില് 4000 ആണ്. ഇവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? പ്രോഫിറ്റ് ആണെങ്കിൽ എത്രയാണ് പ്രോഫിറ്റ് ഇവിടെ ഉള്ളത്? ഓക്കെ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ്. 4000 നിന്ന് 3000 മൈനസ് ചെയ്താൽ ബാക്കിയുള്ളത് എന്താണ്? ബാക്കിയുള്ളത് നമ്മുടെ പ്രോഫിറ്റ് ആണ്. 1000 എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. ഓക്കെ, സോ ടോട്ടൽ സെയിൽ 4000, കോസ്റ്റ് 3000, പ്രോഫിറ്റ് 1000. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ഈ ടോട്ടൽ കോസ്റ്റ് ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഇപ്പൊ പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ മാത്രം മതി നമ്പർ ഓഫ് ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടി ഇതിൽ ആഡ് ചെയ്ത് പറഞ്ഞു തരാം. നമ്മുടെ ടോട്ടൽ 100 ആണ് ഇവിടെ സെയിൽ ചെയ്തത് അല്ലെ. ഒരു 50 യൂണിറ്റ് സെയിൽ ചെയ്തുള്ളൂ എന്ന് വിചാരിക്കാം. 50 യൂണിറ്റ് സെല്ല് ചെയ്തുള്ളൂ എന്ന് വിചാരിക്കും. സോ 50 യൂണിറ്റ്, ഒരു യൂണിറ്റിന്റെ സെല്ലിംഗ് പ്രൈസ് 40 ആണ്. 50 ഇൻറ്റു 40 ഈസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽ. അങ്ങനെയാണെങ്കിൽ 50 യൂണിറ്റ് ആണ് നമ്മൾ വിറ്റത് എങ്കിൽ ടോട്ടൽ സെയിൽ 2000 ആണ് വരിക. ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് 2000 എന്തായാലും 2000 വരുള്ളൂ. ഓൾറെഡി ഫിക്സ്ഡ് ആണ്. നമ്മുടെ വോളിയം പ്രൊഡക്ഷൻ അനുസരിച്ചോ സെയിലിനനുസരിച്ചോ അല്ല. പ്ലസ് 100 ഇൻറ്റു 10ന്റെ പകരം വേരിയബിൾ കോസ്റ്റ് എന്താ ഉണ്ടാവുക? 50 എണ്ണേ ഉള്ളൂ അല്ലെ. സോ 50 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 500 ആണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് വരിക.
സോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താ വരിക? 2500 ആണ്. നമ്മുടെ സെയിൽ പ്രൈസ് 2000 ആണ്. നമുക്ക് ഇവിടെ എന്താണ് ഉണ്ടായത്? 500 രൂപ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? 500 രൂപ ലോസ് ആണ്. വിച്ച് മീൻസ് ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ലോസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെയിൽ വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ നിങ്ങൾ എങ്ങനെ എഴുതുകയെന്ന് വെച്ചാൽ, സെയിൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, ഓർ സെയിൽ ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് മൈനസ് ലോസ്. അങ്ങനെ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. നോർമൽ റെഡി അല്ലേ? ഇനി നിങ്ങളോട് പറയാനുള്ളത്, നോർമലി നമ്മുടെ സെയിൽ എന്ന് പറയുന്നത് ഇവിടെ 4000 തന്നെയാണ്. വേരിയബിൾ കോസ്റ്റ് 1000 ആണ്. സെയിലിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്തു. ഓക്കെ, അതായത് ഈ പ്ലസ് ഉള്ള വേരിയബിൾ കോസ്റ്റിനെ ഞാൻ എന്താക്കി? ഇക്വേഷന്റെ പ്രത്യേക കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ പ്ലസ് ഉള്ള വേരിയബിൾ കോസ്റ്റ് എന്താവും? മൈനസ് ആവും. ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തൊക്കെ ഉള്ളത്? ഫിക്സ്ഡ് കോസ്റ്റും പ്രോഫിറ്റും ആണ് നമുക്ക് എന്തുണ്ടാവുക? ബാലൻസ് ആയിട്ട് അവിടെ ഉണ്ടാവുക. ഓക്കെ, ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവും, പ്രോഫിറ്റും ഉണ്ടാവും. കാരണം വേരിയബിൾ കോസ്റ്റിന് ഞാൻ എന്ത് ചെയ്തു? വേരിയബിൾ കോസ്റ്റ് ഞാൻ ഈക്വൽറ്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, സോ സെയിൽ 4000, വേരിയബിൾ കോസ്റ്റ് 1000, നമുക്കറിയാം 3000 ആണ്. ഈ സൈഡ് 3000 വരും. ഫിക്സ്ഡ് കോസ്റ്റ് 2000, പ്രോഫിറ്റ് 1000, ഈ സൈഡ് 3000, ഈസ് ഈക്വൽ ടു. ഓക്കെ, രണ്ടും സെയിം ആണ്. ക്ലിയർ? ജസ്റ്റ് ഒരു വേരിയബിൾ കോസ്റ്റിനെ ഇക്വേഷന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. നോർമൽ മാത്തമാറ്റിക്സ്. ഇനി ഞാൻ പറയുന്നത്, നമ്മൾ എപ്പോഴോ ഏതോ കാലം പഠിച്ചു വെച്ച ഇക്വേഷൻ ആണ്. സെയിലിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് പറയുന്ന പേരെന്താണെന്ന് അറിയാം? കോൺട്രിബ്യൂഷൻ എന്നാ പറയാ അല്ലെ? കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെയിലിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ആണ്. ആ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റും പ്രോഫിറ്റും ആഡ് ചെയ്യുന്നതിനും കോൺട്രിബ്യൂഷൻ എന്ന് പറയും. അപ്പൊ ആ ഇക്വേഷൻ നിങ്ങൾക്ക് എന്താക്കി? ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റി. ഇനി കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ലോസ് ആണെങ്കിലോ, കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ലോസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഫിക്സ്ഡ് കോസ്റ്റിൽ നിന്ന് കോൺട്രിബ്യൂഷൻ മൈനസ് ലോസ് മൈനസ് ചെയ്താലാണ് കോൺട്രിബ്യൂഷൻ കിട്ടുക. സോ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്, ആകെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ എന്താണെന്നറിയാം? സെയിൽ ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, ഓർ വേരിയബിൾ കോസ്റ്റ് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് മൈനസ് ലോസ്. ഈ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നമ്പർ ഓഫ് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ്. 3000 നിന്ന് 2000 കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇവിടെ ഇക്വേഷൻ വന്നു. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ സെയിലിൽ നിന്ന് പിന്നെ മൈനസ് വേരിയബിൾ കോസ്റ്റ് മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് പ്രോഫിറ്റ് കിട്ടും. സെയിലിൽ നിന്ന് മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് അങ്ങോട്ട് കൊണ്ടുപോയാൽ പ്രോഫിറ്റ്. ഇത് ഇക്വേഷന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഇക്വേഷനിൽ നിന്ന് ഒരുപാട് ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ വൺസ് അഗൈൻ റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞോ? കാരണം ഇത് അത്രയും ബേസിക് ആണ്. ഇതിന്റെ ഈ ബേസിക് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രക്കും നമ്പർ ഓഫ് ഇക്വേഷൻസും ഒരുപാട് ലോജിക്കൽ കണക്ഷൻസും നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഗുഡ്. റിപ്പീറ്റ് മീൻസ് നിങ്ങൾ ഒന്നും റിപ്പീറ്റ് പിന്നെ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. നോർമലി സെയില് 4000 ആണ്. ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ടോട്ടൽ കോസ്റ്റ് 3000 ആണ്. ഇപ്പൊ 4000 നിന്ന് 3000 കുറച്ചാൽ നമുക്ക് എന്താണ്? കോസ്റ്റ് കഴിഞ്ഞാൽ ബാക്കി 1000 പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. അപ്പൊ സെയിൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റും പ്രോഫിറ്റും ആഡ് ചെയ്തതാണ് സെയില്. ഓർ സെയിൽ എന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ലോസ് കുറച്ച് കഴിഞ്ഞാലും സെയിൽ കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ പ്ലസ് വേരിയബിൾ കോസ്റ്റിനെ ഇക്വേഷന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പം സെയിലിൽ നിന്ന് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇത് പോയി കൊണ്ടുവന്നു.
അപ്പൊ ബാലൻസ് എന്തൊക്കെയാണുള്ളത്? ഈ ഫിക്സ്ഡ് കോസ്റ്റും പ്രോഫിറ്റും ആണ് ഇവിടെ ബാലൻസ് ആയിട്ട് ഉണ്ടാവുക. 4000-ൽ നിന്ന് 1000 കുറച്ച് കഴിഞ്ഞാൽ 2000, 1000, 3000 ആണ് ഉണ്ടാവുക. ഈ സെയിൽ മൈനസ് വേരി ഈ ഒരു പോർഷനെ നമ്മൾ പറയുന്ന പേരെന്താണ്? കോൺട്രിബ്യൂഷൻ എന്നാണ് പറയാ. ഈസ് ഈക്വൽ ടു ഇവിടെ ഉള്ളത് തന്നെയാണ് ഇവിടെ ഉള്ളത്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷന്റെ മറ്റൊരു ഇക്വേഷൻ ആണ് ഫിക്സ്ഡ് കോസ്റ്റും പ്രോഫിറ്റും ആഡ് ചെയ്താലും എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. ഇനി ഫിക്സ്ഡ് കോസ്റ്റിൽ നിന്ന് നേരത്തെ ലോസിൽ ഇതിൽ നിന്ന് ലോസ് മൈനസ് ചെയ്ത പോലെ ഇവിടെ നിന്ന് ലോസ് മൈനസ് ചെയ്താലും എന്താണ്? കോൺട്രിബ്യൂഷൻ കിട്ടും. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട്, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇക്വേഷന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇക്വേഷൻസ് ഈ ഒരൊറ്റ പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? നമ്പർ ഓഫ് ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പറയുന്നതാണ്. അപ്പൊ ഇവിടെ ഒരുപാട് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ PPT ഷെയർ ചെയ്യും. PPT ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ ആണ് പറയാൻ പോകുന്നത്. കോൺട്രിബ്യൂഷൻ നേരത്തെ പറഞ്ഞതാണ്. സെയിലിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താലാണ് കോൺട്രിബ്യൂഷൻ കിട്ടുക. കോൺട്രിബ്യൂഷൻ എന്താ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്? എത്രത്തോളം കോൺട്രിബ്യൂഷൻ കൂടുമ്പോഴാണ് ഫിക്സ്ഡ് കോസ്റ്റ് മീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫിക്സ്ഡ് കോസ്റ്റ് മീറ്റ് ചെയ്തിട്ട് പിന്നെ വരുന്ന കോൺട്രിബ്യൂഷൻ ഒക്കെ എങ്ങോട്ടാ പോവുക? പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാണ് പിന്നെ ചെയ്യാം. സോ ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗിന്റെ ഫൗണ്ടേഷൻ ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം സെല്ലിംഗ് പ്രൈസ് 100 ആണ്, വേരിയബിൾ കോസ്റ്റ് 60 ആണ്, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പെർ യൂണിറ്റ് 40 ആണ്. ഈ പെർ യൂണിറ്റ് 40, ഒരു യൂണിറ്റ് കോൺട്രിബ്യൂഷന്റെ 40. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കോൺട്രിബ്യൂഷൻ വരും. ഈ ഒരുപാട് കോൺട്രിബ്യൂഷൻ വരുന്ന സമയത്ത് 100 കോൺട്രിബ്യൂഷൻ വന്നു കഴിഞ്ഞാൽ 100 × 40 4000 വന്നു. ഈ 4000 നമ്മൾ ആദ്യം എന്താ ചെയ്യാന്നറിയോ? ആദ്യം ഫിക്സ്ഡ് കോസ്റ്റ് മീറ്റ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളത് എങ്ങോട്ടാ പോവാ? ബാക്കിയുള്ളത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. ഇതാണ് കോൺട്രിബ്യൂഷന്റെ ഒരു ബേസിക്. ഓരോ പ്രൊഡക്റ്റും എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ നോക്കുന്നത്, എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, കോൺട്രിബ്യൂഷന്റെ ഇക്വേഷൻ ഇവിടെ നിങ്ങൾ ഇക്വേഷൻ പഠിക്കരുത്. കോൺട്രിബ്യൂഷന്റെ ഇക്വേഷൻ പഠിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരൊറ്റ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഒരൊറ്റ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇതൊക്കെ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് പറ്റില്ല നെറ്റ് എക്സാമിന്. നേരത്തെ ഞാൻ പറഞ്ഞ ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇതിൽ നിന്ന് സെയിൽ മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഈ ഒരൊറ്റ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇക്വേഷൻ എന്താക്കാൻ പറ്റണം? നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ അത്രയും ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലാതെ ഈ ഇക്വേഷൻ നിങ്ങൾ എന്താക്കരുത്, ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കരുത്. ഇനി ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, ബ്രേക്ക് ഈവൻ പോയിന്റിലേക്കാണ് നമ്മൾ എത്തുന്നത്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് മീറ്റ് ചെയ്യുന്നതാണ്. ഫിക്സ്ഡ് കോസ്റ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിൽ എന്തില്ല? പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. എങ്കിൽ എത്ര യൂണിറ്റ് ആവുമ്പോഴാണ് ഫിക്സ്ഡ് കോസ്റ്റ് മീറ്റ് ചെയ്യുന്നത്? അതാണ് ബ്രേക്ക് ഈവൻ യൂണിറ്റ്. വൺസ് അഗൈൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 2000 ആണ്. സെല്ലിംഗ് പ്രൈസ് 100 ആണ്, വേരിയബിൾ കോസ്റ്റ് 60 ആണ്, കോൺട്രിബ്യൂഷൻ 40 ആണ് വിചാരിച്ചോളൂ. അപ്പം ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ 40 ആണ്. അങ്ങനെ ഒരുപാട് 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലോ കോൺട്രിബ്യൂഷൻ 400 ആണ് കിട്ടുക. ഓക്കെ, 20 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ 800 ആണ് കിട്ടുക. ഇങ്ങനെ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ 40 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ 1600 ആണ് കിട്ടുക. ഓക്കെ, 1600. ദെൻ 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2000 കിട്ടും കോൺട്രിബ്യൂഷൻ. ഇങ്ങനെ 2000 കിട്ടിക്കഴിഞ്ഞാൽ ഈ 2000 ഉപയോഗിച്ച് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഫിക്സ്ഡ് കോസ്റ്റ് മീറ്റ് ചെയ്യും. ഇനി 51ാമത്തെ പ്രൊഡക്ഷന്റെ കോൺട്രിബ്യൂഷൻ മുതൽ നമുക്ക് എന്താവും? 51 ആയാൽ 2040 ആണ് നമ്മുടെ ടോട്ടൽ വരിക കോൺട്രിബ്യൂഷൻ. അപ്പൊ 2000 ഫിക്സ്ഡ് കോസ്റ്റ് മീറ്റ് ചെയ്താൽ ബാക്കി വരുന്ന ഈ 40 എങ്ങോട്ടാ പോവാന്നറിയോ? ബാക്കി വരുന്ന 40 പ്രോഫിറ്റിലേക്കാണ് പോവുക. നമുക്ക് കാണേണ്ടത് എത്ര യൂണിറ്റ് സെല്ല് ചെയ്താലാണ് ഫിക്സ്ഡ് കോസ്റ്റ് മീറ്റ് ചെയ്യുക എങ്കിൽ ആ യൂണിറ്റിനെ പറയുന്ന പേരാണ് ബ്രേക്ക് ഈവൻ യൂണിറ്റ് എന്ന് പറയുന്നത്.
ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 50 യൂണിറ്റ് സെല്ല് ചെയ്താൽ, ഓക്കെ, 50 യൂണിറ്റ് സെല്ല് ചെയ്താൽ എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഈ 2000-ൽ എത്ര 40 കൂടിയിട്ടാണ് 2000 ആവുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതെങ്ങനെ നമുക്ക് ഈ പെട്ടെന്ന് ചെയ്യാൻ പറ്റുക? 2000-ൽ എത്ര 40 ഉണ്ട് നോക്കിയാൽ മതി. 2000-ൽ എത്ര 40 ഉണ്ട് നോക്കിയാൽ മതി. ഓർ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ചെയ്താൽ മതി. ഇക്വേഷൻ കാണാതെ പഠിക്കരുത്. ലോജിക്കലി എത്ര കോൺട്രിബ്യൂഷൻ കൂടിയിട്ടാണ് ഫിക്സ്ഡ് കോസ്റ്റ് എത്തുന്നത്, അതെങ്ങനെ ഈ പെട്ടെന്ന് കാണാം? ഫിക്സ്ഡ് കോസ്റ്റിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ചെയ്താൽ മതി. 2000-ൽ എത്ര 40 ഉണ്ട്? 50 40 ആണ്. 50 യൂണിറ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, 50 യൂണിറ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും? 50 യൂണിറ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ യൂണിറ്റ് കിട്ടും. അവിടെ നമുക്ക് പ്രോഫിറ്റ് ഇല്ല. ദർ ഇസ് നോ പ്രോഫിറ്റ്, ദർ ഇസ് നോ ലോസ്. In 51 unit of production, we are going to start generate profit. നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനാണ് പോകുന്നത് 51 മുതൽ. ഈ 50 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, ഇത് ബ്രേക്ക് ഈവൻ ഇൻ യൂണിറ്റ് ആണ്. ഇനി ബ്രേക്ക് ഈവൻ ഇൻ റുപ്പീസ് ഉണ്ട്. അത് ഇറ്റ് ഈസ് നത്തിങ്. We have to multiply this 15 into selling price. സെല്ലിംഗ് പ്രൈസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. കാരണം 50 യൂണിറ്റ് ആണ് നമ്മുടെ ബ്രേക്ക് ഈവൻ എങ്കിൽ ഈ 50 യൂണിറ്റിന്റെ റുപ്പീസിലേക്ക് എങ്ങനെ കാണുക? ഓരോ യൂണിറ്റും 50 യൂണിറ്റിന്റെ സെല്ലിംഗ് പ്രൈസ് നോക്കിയാൽ മതി. ഒരു യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് 100 ആണ്. 50 യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 5000 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് നമുക്ക് കിട്ടി 5000. 50 into 100 is equal to 5000. ടോട്ടൽ പിന്നെ സെല്ലിംഗ് പ്രൈസ് ആണ് ഇത്. ഇനി ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 50 into 60. 60 ഇവിടെ വന്നു. 5 6 30 3000. ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്? C is equal to 5000 minus 3000 is equal to 2000. ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ നമ്മുടെ കയ്യിൽ എത്ര ഫിക്സ്ഡ് കോസ്റ്റ്? 2000 ആണ്. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തില്ല? ദർ ഇസ് നോ പ്രോഫിറ്റ്, നോ ലോസ്, 0 ആണ്. സോ ഈ 5000 ആണ് ബ്രേക്ക് ഈവൻ ഇൻ റുപ്പീസ്. അപ്പൊ ഇത് കാണാൻ ഇക്വേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ലോജിക്കലി പറ്റണം. ശരിക്കും നമ്മൾ ചെയ്തത് ഫിക്സ്ഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഇൻ യൂണിറ്റ് കിട്ടി. ഇതിനെ സെല്ലിംഗ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഇൻ റുപ്പീസ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ലോജിക്കലി കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തുക. അവിടെ നിന്നിട്ട് മെമ്മറൈസ് ചെയ്താൻ പറ്റണം ഈ ഒരു കോൺസെപ്റ്റിൽ. ഓക്കെ, ഇക്വേഷൻ വെച്ച് മാത്രം പഠിച്ചാൽ നമുക്ക് 20 സബ്ജക്റ്റ് ഉണ്ട്. നമുക്ക് സ്മാർട്ട് ആയിട്ട് JRF ക്രാക്ക് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒരുപാട് ഷോർട്ട് കട്ടുകൾ, ട്രിക്സുകളൊക്കെ പഠിക്കണം. ബ്രേക്ക് ഈവൻ യൂണിറ്റ് ഇക്വേഷൻ ഉണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ അത് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തത്. അതെങ്ങനെ വന്നു, എത്ര കോൺട്രിബ്യൂഷൻ കൂടിയിട്ടാണ് ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യുന്നത്, അത് കാണാൻ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഓക്കെ, ഫസ്റ്റ് 15 യൂണിറ്റ്സ് ഓൺലി കവർ ദ ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യാനേ പറ്റുള്ളൂ. ആഫ്റ്റർ 50 യൂണിറ്റ്സ്, ആ 50 യൂണിറ്റിന് ശേഷം കമ്പനി സ്റ്റാർട്ട്സ് മേക്കിംഗ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ബ്രേക്ക് ഈവൻ ഇൻ റുപ്പീസ് നമ്മൾ എന്താ ചെയ്ത്? ജസ്റ്റ് യൂണിറ്റിന് സെല്ലിംഗ് പ്രൈസ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതാണ്. അതിനും ഇക്വേഷൻ ഉണ്ട്. പക്ഷെ ആ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? നിങ്ങൾ കാണാതെ പഠിക്കണ്ട. നമ്മൾ ലോജിക്കലി എന്ത് ചെയ്തു? ഫിക്സ്ഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽ ചെയ്തതാണ്. മീൻസ് ഒരു സെല്ലിംഗ് പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ 100 റുപ്പീസ് കിട്ടും. നമുക്ക് മൈൻഡിൽ നമുക്കറിയാം. പക്ഷെ അതിനും ഇക്വേഷൻ ഉണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. ബട്ട് ഈ ഇക്വേഷനും നിങ്ങൾ എന്ത് ചെയ്യണ്ട? നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ ബ്രേക്ക് ഈവൻ ഇൻ യൂണിറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഒരു യൂണിറ്റിന്റെ സെല്ലിംഗ് പ്രൈസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് തന്നെയാണ് കിട്ടുക, മറ്റൊന്നുമല്ല. ഇനി ഇതിന്റെ താഴെയും ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ പോലും ചെയ്യുന്നില്ല. കാരണം എന്താ? ഇതും നിങ്ങൾ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ബൈ കോൺട്രിബ്യൂഷൻ നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ് ആണ്. ഇതും നമുക്ക് എന്താക്കാം? ലോജിക്കലി ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ രണ്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ലോജിക്കലി ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഞാനൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഇക്വേഷൻ ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നില്ല, നിങ്ങൾ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, കാരണം ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഇത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നെറ്റ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,
എ ലിമിറ്റഡ് മേക്സ് പ്ലാസ്റ്റിക് ബക്കറ്റ്. സെല്ലിംഗ് പ്രൈസ് പെർ ബക്കറ്റ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് പെർ ബക്കറ്റ്, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 210 ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ ബക്കറ്റ് 60 ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് മേക്കിംഗ് ബക്കറ്റ്, ബക്കറ്റ് മേക്ക് ചെയ്യാനുള്ള ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 1,50,000 ആണ്. ദ നമ്പർ ഓഫ് ബക്കറ്റ് ടു ബി സോൾഡ് ടു ഗെറ്റ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ബക്കറ്റ് സെയിൽ ചെയ്താലാണ് പ്രോഫിറ്റ് നമുക്ക് 90,000 കിട്ടുക? ഇതാണ് ചോദ്യം. എത്ര സെയിൽ ചെയ്താലാണ് 90,000? അപ്പൊ നമ്മൾ ലോജിക്കലി ഇത് എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സെല്ലിംഗ് പ്രൈസ് 210 ആണ്, വേരിയബിൾ കോസ്റ്റ് 60 ആണ്. നമുക്കറിയാം ബ്രേക്ക് ഈവൻ സെയിലിൽ നമുക്കൊരു പ്രോഫിറ്റും ഉണ്ടാവില്ല. ഓക്കെ, ബ്രേക്ക് ഈവൻ കഴിഞ്ഞിട്ട് എത്രയാണോ സെയിൽ വരുന്നത് യൂണിറ്റ്, അതിനെ കൊണ്ട് സെല്ലിംഗ് പ്രൈസ് മൾട്ടിപ്ലൈ ചെയ്ത് കോൺട്രിബ്യൂഷൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഓക്കെ, ആ ധാരണയിലേക്ക് ഇപ്പൊ ഞാൻ വളരെ റാൻഡം ആയിട്ട് മൈൻഡ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, എന്താണ് ക്വസ്റ്റ്യൻ ഉള്ളത്, നമുക്ക് എന്താണോ കാണേണ്ടത് അതിലേക്ക് ചിന്തിക്കാം. നമുക്കിവിടെ സെല്ലിംഗ് പ്രൈസ് 210 ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് 60 ഉണ്ട്. സോ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്ര ഉണ്ടാവുക? 210 മൈനസ് 60, 150 ആണ് കോൺട്രിബ്യൂഷൻ ഉണ്ടാവുക അല്ലെ. ഒരു യൂണിറ്റിൽ നിന്ന് 150 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ ഫിക്സ്ഡ് കോസ്റ്റ് 1,50,000. സോ ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യണമെങ്കിൽ എത്ര 150 പോണം? അതെങ്ങനെ ചെയ്യാം? അതാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ യൂണിറ്റ് അല്ലെ. ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. പക്ഷെ ഈക്വേഷൻ വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. എത്ര 150 കൂടിയിട്ടാണ് 1,50,000 കവർ ചെയ്യുന്നത്? അതെങ്ങനെ കാണും? 1,50,000 ഡിവൈഡഡ് ബൈ 150. എത്ര 1,00,000 എത്ര 150 ഉണ്ട്? കട്ട് ചെയ്തു 1000 150 ആണുള്ളത്. 1000 150 കൂടിക്കഴിഞ്ഞാൽ 1,00,000 സോ നമ്മുടെ ബ്രേക്ക് ഈവൻ സെയിൽ എത്രയാണ്? 1000 ആണ്. ഓക്കെ, അപ്പൊ 1000 യൂണിറ്റ് നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ, 1000 യൂണിറ്റ് നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ എത്ര കിട്ടും? 1,50,000 കിട്ടും. ഈ 1,50,000 നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ എന്തേ ഉള്ളൂ? പ്രോഫിറ്റ് 0 ഉള്ളൂ. ഓക്കെ, ഇനി 1001 നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ എത്ര വരും? 150 വരും. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഇനിയുള്ളതെല്ലാം പ്രോഫിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇങ്ങനെ 1010 വിറ്റ് കഴിഞ്ഞാലോ? 1010 വിറ്റ് കഴിഞ്ഞാൽ പ്രോഫിറ്റ് 150 ഇൻറ്റു 10 1500 വരും. ഇങ്ങനെ നമുക്ക് എത്ര വരണം? ഇവിടെ നമുക്ക് 90,000 പ്രോഫിറ്റ് വരണം എങ്കിൽ എത്ര 150 കൂടണം? 90,000 വരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 90,000 എത്ര 150 ഉണ്ട് എന്ന് നോക്കിയാൽ മതി. 90,000 എത്ര 150 ആണുള്ളത് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറഞ്ഞു തരും. ഓക്കെ, ഒരുപാട് ആളുകൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 600 150 കൂടിയാൽ 600 150 കൂടിയാൽ 600 150 കൂടിയാൽ നമ്മുടെ 90,000 പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ 1000 സെയിൽ നടത്തിയിരുന്നു അല്ലെ. ഈ 1000 സെയിൽ നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. ഇതിന്റെ കൂടെ ഈ 600 കൂടി വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 90,000 ലാഭം കിട്ടി. എങ്കിൽ 1,600 ബക്കറ്റ് ആണ് നമ്മുടെ സെയിൽ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഇക്വേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളൊക്കെ ഇത്രയും കാലം ഒരു പക്ഷെ പഠിച്ചിട്ടുള്ളത് ഇക്വേഷൻ ബേസ് തന്നെ ആയിരിക്കും. പക്ഷെ ഇക്വേഷൻ ബേസ് അത്രയും അഡ്വാൻസ് മെമ്മറി കപ്പാസിറ്റി ഉള്ള ആളുകൾക്ക് ഓക്കെ റെഡിയാണ്. എനിക്കൊന്നും അത്ര മെമ്മറി കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് ഞാനൊന്നും അത്ര ഞാനും നമ്മുടെ ഫാക്കൽറ്റീസ് ഒന്നും അധികം ഇക്വേഷനിലേക്ക് പോവാറില്ല. നമ്മൾ കൂടുതൽ മാക്സിമം കണക്ട് ചെയ്ത് ലോക്കാക്കാൻ പറ്റുന്ന മാക്സിമം ഏരിയകളിലൊക്കെ തന്നെ കണക്ട് ചെയ്ത് ലോക്കാക്കാറാണ് ചെയ്യാറ്. ഓക്കെ, ഇനി ഇൻ കേസ് അത്രയും ലോജിക്കൽ കണക്ഷൻ പറ്റിയിട്ടില്ലെങ്കിൽ മാത്രമാണ് നമ്മളൊക്കെ എവിടേക്ക് പോവുക? ഇക്വേഷനിലേക്ക് പോവുക. ക്ലിയർ? ഇനി പി വി റേഷ്യോ. ഓക്കെ, ഇക്വേഷൻ വെച്ച് ഡയറക്റ്റ്ലി ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യാം. ഓക്കെ, ഒരു പ്രശ്നവുമില്ല. ബട്ട്
നമ്മളിത് ചെയ്യുന്നതിന് പിന്നിൽ എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുന്നത് എന്ന് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ അല്ലാത്ത ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. നിങ്ങൾക്ക് മീൻസ് അല്ല, നോർമലി ആവറേജ് ഉള്ള കുട്ടികൾക്കൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ലോജിക്കലി എടുത്തു പോകുന്നത്. ഓക്കെ, ഇനി പി വി റേഷ്യോ. പി വി റേഷ്യോ, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ പി ന്യൂമറേറ്ററും വി ഡിനോമിനേറ്ററും റേഷ്യോ ആണ് അല്ലെ. നമ്മൾ നോർമലി ഇങ്ങനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ മീൻ ചെയ്യാം? അപ്പൊ നമുക്കൊരു ഏകദേശം ഒരു 500 മാർക്ക് കിട്ടി 1000-ൽ. ഇതുകൊണ്ട് അർത്ഥം എന്താ? 1000 മാർക്ക് കിട്ടി. നമുക്കിത് വേണമെങ്കിൽ പെർസെൻറ്റേജിലേക്ക്, ഒരു റേഷ്യോ ഒരു പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുക. എങ്ങനെ? 1000-ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 500? 1000-ന്റെ എത്ര പെർസെൻറ്റേജ് 500? 50% ആണ് അല്ലെ. 500/1000 നമുക്ക് എങ്ങനെ കിട്ടി? 500/1000 ഇൻറ്റു 100. അപ്പൊ നമുക്ക് ഈസ് ഈക്വൽ ടു 50% ആണ്. ഇങ്ങനെ പ്രോഫിറ്റ് ന്യൂമറേറ്ററിലും വോളിയം ഡിനോമിനേറ്ററിലും വന്നു കഴിഞ്ഞാൽ വോളിയത്തിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ്, അതിന്റെ റേഷ്യോ. വൺസ് അഗെയിൻ ഒന്നുകൂടി പറയാം. നമ്മുടെ ന്യൂമറേറ്റർ ഇവിടെ വന്നിട്ടുള്ളത് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഡിനോമിനേറ്റർ വന്നിട്ടുള്ളത് വോളിയം ആണ്. ഇനി നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് വോളിയത്തിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ്. നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എന്താണ് വോളിയം, വാട്ട് ഈസ് വോളിയം ആൻഡ് വാട്ട് ഈസ് പ്രോഫിറ്റ്. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡിസ്കസ് ചെയ്തു, സെയിലാണ് നമ്മുടെ വോളിയം. എത്രത്തോളം വോളിയം മീൻസ് എത്രത്തോളം സെയിൽ ചെയ്യുന്നു. പ്രോഫിറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ. ഓരോ പ്രൊഡക്ഷനും എത്രത്തോളം പ്രോഫിറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പി വി റേഷ്യോ? നമ്മുടെ സെയിൽ എന്ന് പറയുന്നത്, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിലിന്റെ എത്ര പെർസെൻറ്റേജ് ആണ്. ഓക്കെ, വളരെ ക്ലാരിറ്റി ആണ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ, സെയിലിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് കോൺട്രിബ്യൂഷൻ. ഇതാണ് പി വി റേഷ്യോ. ഈ ഒരു ടേമിൽ തന്നെയുണ്ട് പി വി. പി വി വോളിയത്തിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ്, ഓർ സെയിലിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ്. ഇതാണ് പി വി റേഷ്യോ എന്ന് വെച്ചാൽ. ഇതെങ്ങനെയാ നമ്മൾ കാണുക? മാത്തമെറ്റിക്കലി എങ്ങനെയാ കാണുക? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽ ഇൻറ്റു 100. നേരത്തെ നമ്മൾ 500/1000 ഇൻറ്റു 100 ചെയ്ത പോലെ, സെയിം പോലെ. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പി വി റേഷ്യോ കിട്ടും. പി വി റേഷ്യോ. ഓക്കെ, ഇവിടെ ഹൗ മച്ച് പ്രോഫിറ്റ് the company makes from each rupees of sale. The PV ratio or profit volume ratio is a measure of profitability that shows the relationship between കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ മാർജിനും സെയിൽ റവന്യൂവും തമ്മിലുള്ള റേഷ്യോ ആണ് പി വി റേഷ്യോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ സെയില് 100 ആണ്. ഓക്കെ, കോൺട്രിബ്യൂഷൻ 40 ആണ്. 100-ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 40? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയൂ. 100-ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 40? 100-ന്റെ 40% ആണ്. അതാണ് നമ്മുടെ കോൺട്രിബ്യൂഷനും. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് 40% കിട്ടിയത്? 40/100 ഇൻറ്റു 100. 200 കട്ട് ചെയ്തു, ബാക്കിയുള്ള 40. സോ പ്രോഫിറ്റ് ഷെയറിംഗ് പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ലോജിക്കലി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വളരെ ഈസിയാണ്. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഒരു കാര്യം കൂടി പറയട്ടെ. വെൻ സെയിൽ ആൻഡ് പ്രോഫിറ്റ് ഫോർ 2 periods ആർ ഗിവൻ, 2 പീരീഡിലെ സെയിലും തന്നു, 2 പീരീഡിലെ പ്രോഫിറ്റും തന്നു, എങ്കിൽ പി വി റേഷ്യോ എങ്ങനെ കാണുക? പി വി റേഷ്യോ നമുക്കറിയാം സെയിലിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ്. പക്ഷെ ഇങ്ങനെ 2 പീരീഡിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ്, ചേഞ്ചസ് ഇൻ സെയിൽ. സെയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് പ്രോഫിറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ്, അതാണ് ഇങ്ങനെ തന്നു കഴിഞ്ഞാലുള്ള പി വി റേഷ്യോ. ഇതേ മാറ്റുള്ളൂ.
ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. 2018 കോസ്റ്റ് ഉണ്ട്, 2018 സെയിൽ ഉണ്ട്. 2019 കോസ്റ്റ് ഉണ്ട്, 2019 സെയിൽ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്ത് കാണണം? ചേഞ്ച് ഇൻ പ്രോഫിറ്റ്, ചേഞ്ച് ഇൻ സെയിൽ കാണണം. സോ 2018 സെയിൽ എത്രയാണ്? ഈസ് ഈക്വൽ ടു 32,000. 2018 സോറി, സെയിൽ എന്ന് പറയുന്നത് 40,000 ആണ്. 2018 സെയിൽ 40,000, കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 32,000. സോ 2018 പ്രോഫിറ്റ് എത്ര വരിക? 8,000. ഓക്കെ, ഇനി 2019 സെയിൽ എത്രയാണ്? 48,000. 2019 കോസ്റ്റ് എത്രയാണ്? 35,000. 2019 പ്രോഫിറ്റ് എത്ര? സെയിലിൽ നിന്ന് കോസ്റ്റ് മൈനസ് ചെയ്താൽ മതി, 13,000. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? പ്രോഫിറ്റിലുള്ള ചേഞ്ചസ് എത്രയാണ്? ആദ്യം 8,000 ആയിരുന്നു, ഇപ്പം 13,000 ആയി അല്ലേ? അപ്പൊ പ്രോഫിറ്റിൽ എത്ര ചേഞ്ച് വന്നു? 5,000 ആണ് പ്രോഫിറ്റിൽ ചേഞ്ച് വന്നത്. സെയിൽ എത്ര ചേഞ്ച് വന്നു? ആദ്യം 40,000 ആയിരുന്നു, ഇപ്പം 48,000 ആയി. 8,000 സെയിലും ചേഞ്ച് വന്നു. സോ 8,000ന്റെ എത്ര പെർസെന്റേജ് ആണ് 5,000? ഇതാണ് ഇതിന്റെ ലോജിക് കേട്ടോ. 8,000ന്റെ എത്ര പെർസെന്റേജ് ആണ് 5,000? അപ്പൊ നമുക്ക് ഡയറക്റ്റ് ലോജിക്കൽ ഇക്വേഷൻ ഒന്നും ചെയ്യാതെ നമുക്ക് അറിയാം, 8,000ന്റെ 50% എന്ന് പറഞ്ഞാൽ നേരെ പകുതി 4,000 ആണ് വരിക. സോ 50ന്റെ മുകളിൽ വരും, കാരണം 5,000 നമുക്ക് അറിയണ്ടേ. അപ്പൊ 50ന്റെ മുകളിൽ ഇവിടെ ആകെ 1 മാത്രമേ ഉള്ളൂ. സോ ഡയറക്റ്റ്ലി ഓപ്ഷനിലൂടെ നമുക്ക് എന്താക്കാം? ഇതാണ് സ്മാർട്ട് വർക്ക്, സ്മാർട്ട് മെത്തേഡ് കേട്ടോ. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ ചെയ്യാം. പ്രാക്ടീസ് ഇല്ലാത്ത ആളുകൾ നോർമൽ ഇക്വേഷൻ പ്രകാരം 5,000 ഡിവൈഡഡ് ബൈ 8,000 ഇൻറ്റു 100 ചെയ്യും. ദെൻ ജസ്റ്റ് ഇങ്ങനെ വെട്ടിപ്പോയാൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് വെട്ടിപ്പോയി ഡിവൈഡ് ചെയ്ത് മതി. പക്ഷെ നമുക്ക് എന്താക്കാം? ജസ്റ്റ് 50% എടുത്തിട്ട് പിന്നെ അപ്പൊ 4,000 കിട്ടുന്നു. അപ്പൊ 50ന്റെ മുകളിലാണ് വരിക. 50ന്റെ മുകളിൽ ഇവിടെ ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. അപ്പൊ ഇത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ക്വിക്കായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇനി ഒരു വലിയൊരു കോൺസെപ്റ്റും കൂടി പറയാണ്. ഒരു കണക്ഷൻ ആണ് ഇത് പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ കമ്പയർ ചെയ്യാണ് കേട്ടോ. കോൺട്രിബ്യൂഷനും ബ്രേക്ക് ഈവൻ പോയിന്റും PV റേഷ്യോ, ഇതിനി കമ്പയർ ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആണ് പറയുന്നത്. ശരിക്കും ഒരുപാട് ഇക്വേഷൻസ് ആണ്. നമുക്ക് ഇതിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്താക്കാൻ പറ്റും? നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഈസിയാണ്. വളരെ ഈസി എന്ന് വെച്ചാൽ ഒറ്റ കാര്യം നിങ്ങൾക്ക് മനസ്സിൽ ഉണ്ടായാൽ മതി. ആ കാര്യം ഞാൻ പറഞ്ഞു തരാം. ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണ്? നോർമൽ നമുക്കറിയാം, ഫിക്സ്ഡ് കോസ്റ്റിൽ നിന്ന് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ അല്ലെ, ഇൻറ്റു സെയിലാണ്. ഓക്കെ, നമുക്കറിയാം. ആ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് അല്ലെ. ഇത് നമുക്ക് എന്താക്കാം? ഫിക്സ്ഡ് കോസ്റ്റ് ഇൻറ്റു S/C എന്നും എഴുതാം. ഫിക്സ്ഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽ ബൈ കോൺട്രിബ്യൂഷൻ എന്നും എഴുതാം. എല്ലാം സെയിം ആണല്ലോ അല്ലെ. 4 ഇൻറ്റു 2/5 എന്നുള്ളത് എന്താക്കാം? 4/5 ഇൻറ്റു 2 എന്നും എഴുതാം. ഇങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം. നോർമൽ മാത്സ് ആണ്. ഓക്കെ, അപ്പൊ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽ എന്ന് വെച്ചാൽ ഫിക്സ്ഡ് കോസ്റ്റ് ഇവിടെ ഒരു ഡിനോമിനേറ്റർ 1 ഉണ്ടാവും. സോ ഫിക്സ്ഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽ ബൈ കോൺട്രിബ്യൂഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലുണ്ടാവണം, ഉള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി PV റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. സെയിലിന്റെ എത്ര പെർസെന്റേജ് ആണ് കോൺട്രിബ്യൂഷൻ, വിച്ച് മീൻസ് PV റേഷ്യോ ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽ ആണ് PV റേഷ്യോ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. PV റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ സെയിൽ. ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
ഇങ്ങനെ എഴുതിയ ട്രയാങ്കിൾ പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ സെയിൽ. ഇത് രണ്ടും ഇവിടെ എഴുതുക. ഇവിടെ നമുക്ക് ഇവിടെ ഒന്നുമില്ല കേട്ടോ, ഇവിടെ എംറ്റി ആണ്. സോ ഇതിൽ നിന്ന് നമുക്കൊരു ഇങ്ങനെ എഴുതിയാൽ തന്നെ നമുക്കൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. എന്താണ് ഇക്വേഷൻ? കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു പി വി റേഷ്യോ ഇൻറ്റു സെയിൽ. ഇത് നേരെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഞാൻ പറയുന്നത് ഇതൊന്നുമല്ല. ഞാൻ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ സി ബൈ എസ് ആണ്, ഇവിടെ എസ് ബൈ സി ആണ്. ഇതിന്റെ നേരെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? സി ബൈ എസ് ആക്കാം. ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ നോർമലി 4 ബൈ നോർമൽ മാക്സ് ആണ് 4 ഇൻറ്റു 1/2. ഇതെന്താ ശരിക്കും? 4 ഇൻറ്റു 1/2 പറഞ്ഞാല് 4 ഇൻറ്റു 1 4, 4/2 ഈസ് ഈക്വൽ ടു 2 ആണ് ആൻസർ. ഇതിനെ നമുക്ക് എങ്ങനെയും എഴുതാം. ഈ 1/2ന്റെ റെസിപ്രോക്കൽ എടുക്കാം. റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് 4 ഇൻറ്റു അല്ല ചെയ്യുക, 4 ഡിവൈഡഡ് ബൈ ആ ചെയ്യുക. എന്തായിരിക്കും? 2/1 ആ ചെയ്യുക. ഓക്കെ, 4 ഡിവൈഡഡ് ബൈ 2/1 എത്രയാണ്? ഈസ് ഈക്വൽ ടു 2 തന്നെയാണ്. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തു. റെസിപ്രോക്കൽ എടുക്കുമ്പം ഇൻറ്റു ഉള്ളത് ഡിവൈഡ് ആവും. അതേപോലെ ഫിക്സ്ഡ് കോസ്റ്റ് അവിടെ വെച്ചിട്ട് എസ് ബൈ സിന്റെ റെസിപ്രോക്കൽ എടുക്കും. അപ്പൊ എന്താവും? ഫിക്സ്ഡ് കോസ്റ്റ് ഇൻറ്റു എസ് ബൈ സി എന്നുള്ളത് ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ എസ് ബൈ സിന്റെ റെസിപ്രോക്കൽ മീൻസ് സി ബൈ എസ് ആവും. ക്ലിയർ ആവുന്നുണ്ടോ? ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സി ബൈ എസ്. സി ബൈ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി വി റേഷ്യോ ആണ്. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ നിങ്ങൾ ഒരു ഏരോ മാർക്ക് കണ്ടോ? ഈ ഏരോ മാർക്കിലേക്ക് എഴുതിയത് ഫിക്സ്ഡ് കോസ്റ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും? ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻറ്റു പി വി റേഷ്യോ ആക്കാം. ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് ബൈ പി വി റേഷ്യോ ആക്കാം. പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് ബൈ ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ JRF-ലേക്ക് എത്തുന്ന കുട്ടികൾക്കാണ് പറയാനുള്ളത്. അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇക്വേഷൻ കാണാതെ പഠിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താക്കണം? ഓരോ ഇക്വേഷനിൽ നിന്ന് ഓരോന്ന് ഡിറൈവ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. അത് നമ്മൾ ഓൾറെഡി നെറ്റ് എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു റഫ് പേജ് തരും. ആ റഫ് പേജിൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ചിലപ്പം പല ആളുകൾക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല, കുറച്ചൊരു അഡ്വാൻസ് ലെവലാണ്. ഓക്കെ, എന്നിരുന്നാലും നിങ്ങൾ വീണ്ടും കുറച്ചൊരു റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വീണ്ടും ക്ലാരിറ്റി കിട്ടും. നമ്മൾ ജസ്റ്റ് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻറ്റു എന്നുള്ളത് ഡിവൈഡ് ആകുന്നു, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ട്രയാങ്കിൾ നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്താക്കാം? ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബിസിനസ്സും നെവർ ഓപ്പറേറ്റ് എക്സാക്ട്ലി അറ്റ് ദ ബ്രേക്ക് ഈവൻ. അല്ലെ, നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് വരെ അല്ല സെയിൽ ഉണ്ടാവുക. ബ്രേക്ക് ഈവൻ പോയിന്റിന് മുകളിൽ എത്രത്തോളം സെയിൽ ഉണ്ടാവുന്നോ അതാണ് നമ്മുടെ പ്രോഫിറ്റ്. സോ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ബ്രേക്ക് ഈവൻ സെയിൽ എന്ന് പറയുന്നത് ഒരു 5,000 ആണെന്ന് വിചാരിച്ചോളൂ. ഇതിൽ ഫിക്സ്ഡ് കോസ്റ്റ് മീറ്റ് ചെയ്യും. എന്നാൽ നമ്മുടെ സെയിൽ ഉണ്ടായത് ഒരു 10,000 ആയാൽ നമ്മൾ സേഫ് എത്രയാണ്? ആക്ച്വൽ സെയിലിൽ നിന്ന് ബ്രേക്ക് ഈവൻ സെയിൽ മൈനസ് ചെയ്താൽ വരുന്നതാണ് എന്ത്? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ആക്ച്വൽ സെയിൽ എപ്പോഴും എന്താവണം? ബ്രേക്ക് ഈവൻ സെയിലിനെക്കാട്ടിലും കൂടുതലാവണം. സോ മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു ആക്ച്വൽ സെയിൽ മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽ. എത്രത്തോളം ബ്രേക്ക് ഈവനെക്കാട്ടും, ബ്രേക്ക് ഈവൻ മീൻസ് ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യുന്ന ഏരിയ, അതിനേക്കാൾ എത്രത്തോളം നമുക്ക് സെയിൽ കൂടുന്നു. സോ ആക്ച്വൽ സെയിൽ മൈനസ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്.
ഓക്കെ, ഈ മാർജിൻ ഓഫ് സേഫ്റ്റി കാണാൻ ഇക്വേഷനിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, ഓർത്ത് വെക്കേണ്ടത് PMP എന്നാണ്. PMP ഒരു കോഡാണ്. PMP അതാണ് ഞാൻ ഇവിടെ കൊടുത്തത്. PMP ഇത് നിങ്ങൾക്ക് അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സമയമില്ല, അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ മിസ്സായി പോകും. PMP എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു PV റേഷ്യോ. ഓക്കെ, PV ratio is equal to profit divided by margin of safety. Margin of safety is equal to profit divided by PV ratio. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഈ PMP എന്നുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് ഓർത്ത് വെച്ചാൽ നമുക്ക് എന്താക്കാം, ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് വരും. ഇതെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്തും. കാരണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ മതി. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇത് നിങ്ങൾക്ക് ചെയ്ത് ഇത് പ്രൂവ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള 9:50 ആവാനായി, നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമല്ല. എന്നിരുന്നാൽ പോലും വേണമെങ്കിൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് 100 ആണ്. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് 40 ആണ്, കോൺട്രിബ്യൂഷൻ 60 ആണ്, ഫിക്സ്ഡ് കോസ്റ്റ് 2000 ആണ്. ഈ സെയിൽ യൂണിറ്റ് 100 യൂണിറ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത് 100 × 100 10,000 വരും. ഓക്കെ, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 100 × 40 4000 വരും. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു 100 × 60 6000 വരും. ഓക്കെ, അപ്പൊ സെയിലിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കോൺട്രിബ്യൂഷൻ, ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ പ്രോഫിറ്റ് എത്ര കിട്ടും? ഈസ് ഈക്വൽ ടു 4000 പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താക്കണം എന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 4000 കിട്ടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന്റെ PV റേഷ്യോ കാണും. ഇതിന്റെ PV റേഷ്യോ എങ്ങനെ കാണാം? സെയിലിന്റെ ഇതിന്റെ PV റേഷ്യോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇക്വേഷൻ ഒന്നും വേണമെന്നില്ല, ഇതിന്റെ PV റേഷ്യോ ലോജിക്കലി പറയാൻ പറ്റണം. സെയിലിന്റെ എത്ര പെർസെന്റേജ് ആണ് കോൺട്രിബ്യൂഷൻ? സെയിൽ 10,000 ആണ്, കോൺട്രിബ്യൂഷൻ എന്താണ്? 6000 ആണ്. സേ ആസ് വെരി ഗുഡ്, 60 ആണ്. സോ PV റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 60% കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി കാണാൻ വളരെ സിമ്പിൾ ആണ്. 4000 ഡിവൈഡഡ് ബൈ 0.6 ചെയ്താൽ മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടും. പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും നിങ്ങൾക്ക് ഇന്റർ കണക്റ്റഡ് ആണ്. സോ PMP എന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്താക്കാം, ഇതിൽ ഓരോന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് കുറച്ച് നിങ്ങൾക്ക് ഇത്രയും ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്തത്, ലോജിക്കലി കണക്ട് ചെയ്ത് നിങ്ങളെ മുന്നിൽ പ്രസന്റ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇത് ഓരോ ഇക്വേഷനും നമുക്ക് നേരത്തെ പിന്നെ വേരിയബിൾ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് മൈനസ് ലോസ്, വേരിയബിൾ കോസ്റ്റ് മൈനസ് കോൺട്രിബ്യൂഷൻ, അങ്ങനെ അതിൽ നിന്ന് PV റേഷ്യോ, കോൺട്രിബ്യൂഷൻ ബൈ സെയിൽ, പിന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ്, ഫിക്സ്ഡ് കോസ്റ്റ്, ദെൻ അങ്ങനെ ഓരോന്നും മാർജിൻ ഓഫ് സേഫ്റ്റി, പിന്നെ ആക്ച്വൽ സെയിൽ, കംപ്ലീറ്റ് നമ്മുടെ റെസിപ്രോക്കൽ എടുത്ത PV റേഷ്യോ, ആ ഒരു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ മുന്നിലുള്ള ഈ ഇക്വേഷനും ഒക്കെ തന്നെ കംപ്ലീറ്റ് എന്താണ്, നേരത്തെ നമ്മൾ ലോജിക്കലി കണക്ട് ചെയ്ത ഇക്വേഷൻ. അപ്പൊ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത്രയും ഇക്വേഷൻ നമുക്ക് പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി ലെവലിൽ പല ആൾക്കും ചെയ്യുന്ന പോലെ കോപ്പി എടുക്കാനൊന്നും ഇവിടെ പറ്റില്ല. കാരണം അത്രയും ഹൈ സെക്യൂരിറ്റി എക്സാം ഉണ്ടാവുക, നമ്മളും നമ്മുടെ കമ്പ്യൂട്ടർ മുന്നിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് എന്താക്കാൻ പറ്റണം, ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി ഒരു PYQ ചെയ്ത് നോക്കാം നമുക്ക്. വിച്ച് ഈസ് ദ വാല്യൂ ഓഫ് PV റേഷ്യോ? PV റേഷ്യോ എന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. സെയില് 7 lakh ആണ്, പീരീഡ് 2 സെയില് 2 lakh ആണ്. സോ സെയിലുള്ള ഡിഫറൻസ് എത്ര വന്നു? 2 lakh വന്നു. പ്രോഫിറ്റ് മൈനസ് 10,000 ആണ്, പിന്നെ 10,000 ആണ്. ഇവിടെ ഡിഫറൻസ് എന്ത് വന്നു? പ്രോഫിറ്റിലെ ഡിഫറൻസ് 20,000 വന്നു. PV റേഷ്യോ എന്താണ്? PV റേഷ്യോ സെയിലിന്റെ ഡിഫറൻസ് എത്ര പെർസെന്റേജ് ആണ് പ്രോഫിറ്റിന്റെ ഡിഫറൻസ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്? ഈ PV മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. V മീൻസ് എന്താണ്? നിങ്ങളുടെ സെയിലാണ്. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ 20,000, 2 lakhന്റെ എത്ര പെർസെന്റേജ് ആണ്?
2 ലാഖിന്റെ 10%. ഓക്കെ, ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ചസ് ഇൻ സെയിൽ ഇൻറ്റു 100. അങ്ങനെ ഇക്വേഷൻ വെച്ചും ചെയ്യാം. അല്ലെങ്കിൽ സെയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് 2 ലാഖ്, ഇതിന്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 20,000. സോ 2 ലാഖിന്റെ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ 10% കാണാൻ, ഏതിന്റെ 10% കാണാനും ഒരു പോയിന്റ് ഇപ്പുറത്തിട്ട് കൊടുത്താൽ മതി. ഓക്കെ, സോ 10% ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. PYQ അല്ല ഇത് അല്ലാത്ത നോർമൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫിക്സ്ഡ് കോസ്റ്റ് 6,000 ആണ്. ഓക്കെ, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 15,000 ആണ്. സെയിൽ എന്ന് പറയുന്നത് 20,000 ആണ്. കോൺട്രിബ്യൂഷൻ എത്രയാണ്? നമുക്കറിയാം സെയിൽ മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത്. ഇവിടെ സെയിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേരിയബിൾ കോസ്റ്റും ഇല്ല, കോൺട്രിബ്യൂഷനും ഇല്ല. ഓക്കെ, നമുക്കിവിടെ എന്തുണ്ട്? ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, ബ്രേക്ക് ഈവൻ പോയിന്റ് ഉണ്ട്, സെയിൽ ഉണ്ട്. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആരെങ്കിലും ആൻസർ ചെയ്തോ? ഇവിടെ സെയിൽ ഇൻ റുപ്പീസിലായതുകൊണ്ട് നമുക്കറിയാം ഫിക്സ്ഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ ആണ്. റുപ്പീസിലായതുകൊണ്ട് എന്താക്കണം? ഇൻറ്റു സെയിൽ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താക്കാം? ഫിക്സ്ഡ് കോസ്റ്റ് 6,000 ആണ്, ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽ ഇവിടെ 20,000 തന്നിട്ടുണ്ട്, ഈസ് ഈക്വൽ ടു 15,000 ആണ്. അപ്പൊ നമുക്ക് എന്താക്കാം? ഈ സീനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോവാം. 6,000 ഇൻറ്റു 20,000 ഡിവൈഡഡ് ബൈ 50,000. നോർമൽ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് അധികം ജസ്റ്റ് ക്വസ്റ്റ്യൻസ് കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ പോസ് ചെയ്തിട്ട്, മീൻസ് അല്ലാത്ത ആളുകൾ, ഇനി റെക്കോർഡിങ്സ് ഒക്കെ കാണുന്ന ആളുകൾക്ക് എന്താക്കാം? ഇത് പിന്നെ കാണാൻ പറ്റുമോ? നിങ്ങൾ കണ്ടുപോയോ ആൻസർ? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 50 ആണ്. ഫിക്സ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 54,000 ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 20 ആണ്. വാട്ട് ഈസ് ആണ് കേട്ടോ. ബ്രേക്ക് ഈവൻ പോയിന്റ് യൂണിറ്റ് ആണ് ചോദ്യം. ബ്രേക്ക് ഈവൻ പോയിന്റ് യൂണിറ്റ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ആ കോൺസെപ്റ്റ് വെച്ച് ചെയ്യാം. ഇനി ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്കറിയാവുന്നതാണ് അല്ലെ. എത്ര കോൺട്രിബ്യൂഷൻ കൂടിയിട്ടാണ് ഫിക്സ്ഡ് കോസ്റ്റ് മീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഫിക്സ്ഡ് കോസ്റ്റിൽ നിന്ന് എന്താക്കണം? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ചെയ്ത് കഴിയണം. അപ്പൊ എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, then margin of safety is 20%. PV ratio is 60%. The profit will be, ഇവിടെയാണ് ഞാൻ പറഞ്ഞ PMP ഓർത്ത് വെച്ചാൽ മതി. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു PV റേഷ്യോ. ഓക്കെ, 20% ഇൻറ്റു 60%, 2 ഇൻറ്റു 6, 12 PMP. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താക്കാം? ഇത് നിങ്ങൾക്ക് നേരെ ആൻസർ, ആ ഒരു ഷോർട്ട് കട്ട് ട്രയാങ്കിൾ ഒക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. PMP മാർജിൻ ഓഫ് സേഫ്റ്റിയിൽ.
അങ്ങനത്തെ ലോക്കുകള്, കോഡുകള്, ഷോർട്ട് കട്ടുകള്, ലോജിക്സ്, ഇത്രയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താലാണ് നമുക്ക് എന്താക്കാൻ പറ്റുക, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുക. ഓക്കെ ഓക്കെ ഇത് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് ആളുകൾ ചോദിച്ച കാര്യങ്ങളാണ്. നമ്മുടെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്താണ് നിങ്ങൾ ഈ NCMS ഈ ഒരു ബാച്ചിലേക്ക് ചെയ്യുന്നത് എന്നും പല കാര്യങ്ങളും ആളുകൾ ചോദിക്കുന്നുണ്ട്. ടെസ്റ്റ് ഇല്ലേ, ഒരുപാട് ആളുകളെ പേഴ്സണൽ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം 300 സ്റ്റുഡൻറ് ഓൾറെഡി ഞങ്ങൾ റിസർച്ചേഴ്സ് ആണ്. പിന്നെ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം ക്ലിയർ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ അതിന് വേണ്ടി തുടങ്ങിയ ഒരു പ്രീമിയം പാക്കേജ് ആണ് ഇത്. നിങ്ങൾക്ക് മീൻസ് ഫ്രഷ് ആയ കുട്ടികൾക്കോ താല്പര്യമുള്ളവർക്ക് ഇതിൽ എന്താക്കാം, ജസ്റ്റ് ഇതിന്റെ ഒരു മെമ്പർഷിപ്പ് എടുക്കാം. 550 മാത്രമേ കോസ്റ്റ് ഉള്ളൂ. നിങ്ങൾക്ക് പിന്നെ 6 മന്തോ എത്ര വേണമെങ്കിലും ഇത് 6 മന്ത് വരെ ഉപയോഗിക്കാം, അടുത്ത ജൂൺ വരെ. മീൻസ് നിങ്ങൾക്ക് ആർക്കും ഉപയോഗിക്കാതിരിക്കട്ടെ, നിങ്ങൾക്കൊക്കെ ജനുവരി ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് പറയുന്നു. ഡീറ്റെയിൽ ഗ്രൂപ്പിൽ പറയാം. ഞാൻ ക്ലാസിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ ഫീഡ്ബാക്ക് മാത്രമാണ് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നത്. നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാനുണ്ട്, എന്തെല്ലാം നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് നന്നായിട്ടുണ്ടെങ്കിലും നന്നായിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ഈ പാക്കേജ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾ എന്താക്കാം, കുറച്ചുകൂടി സോർട്ട് ചെയ്തിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നെ എക്സാം വരെ ലൈവ് പിന്നെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ സെഷൻ വെക്കാൻ പറ്റും. ഇതിലുള്ള മോക്ക് ടെസ്റ്റ്, കാരണം ആപ്പിന് നമുക്ക് കോസ്റ്റ് ഉണ്ട്. എജുസാപ്പ് എന്ന് പറഞ്ഞ ആപ്പാണ് ടെക്നോളജി ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കോസ്റ്റ് വാങ്ങുന്നത്. ആ ആപ്പിൽ നിങ്ങൾ എൻറോൾ ചെയ്യിപ്പിച്ച് ഈ വീഡിയോ ക്ലൗഡിൽ നിന്ന് എഡിറ്റ് ചെയ്ത് ആപ്പിൽ അപ്ലോഡ് ചെയ്ത് എക്സാം അപ്ലോഡ് ചെയ്ത്, അപ്പോൾ അതിന് കോസ്റ്റും കൺട്രോളും എഡിറ്ററും ആ ഒരു കോസ്റ്റ് വെറും ഒരു 550 ആണ് വാങ്ങുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. മീൻസ് നല്ല അഡ്വാൻസ്ഡ് ആയ ആളുകൾക്ക് ഇതിന്റെ ആവശ്യമില്ല. കുറച്ചുകൂടി ഒരു ആവറേജ് ആയ ആളുകൾ, ടെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഒക്കെ ഓൾറെഡി പാക്കേജിലുള്ള ആളുകളുണ്ട്. അപ്പൊ നിങ്ങളൊന്നും അഡീഷണൽ കോസ്റ്റ് ചെലവാക്കേണ്ട. ആവശ്യക്കാർക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചത് കൊണ്ടാണ് ഈ ഒരു പാക്കേജിലേക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എനിവേ എല്ലാവർക്കും JRF ക്രാക്ക് ചെയ്യട്ടെ, നല്ലൊരു കരിയർ ഉണ്ടാക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.